വളരെ പ്രധാനമായ ഒരു വിഷയമാണ് ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മതിൽക്കെട്ടിനപ്പുറത്തെ അയൽവാസി എന്നാണ്. മതിൽക്കെട്ടിനപ്പുറത്തേക്ക് ഒരു കാര്യം മാറ്റിവെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തത് എന്നാണ് അതിന്റെ അർത്ഥം. ആവശ്യമുള്ളതും ഉപകാരമുള്ളതും സ്നേഹമുള്ളതും മതിൽക്കെട്ടിന്റെ ഉള്ളിലായിരിക്കും. മതിൽക്കെട്ടിനപ്പുറത്തേക്ക് എന്നത് ഒരു ബഹിഷ്കരണ സൂചനയുള്ള പ്രയോഗമാണ്. സാധാരണ നമ്മുടെ വീട്ടിലും ഒക്കെ അങ്ങനെയാണ്. അതാ മതിലിന്റെ അപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞാള് എന്ന് പറയും. അപ്പൊ സത്യത്തിൽ ബന്ധങ്ങൾ വഷളാവുകയും സ്നേഹം മുറിഞ്ഞു പോവുകയും തൽസ്ഥാനത്ത് വിരോധവും സംഘർഷ സംഘട്ടന മനോഭാവവും ഛിദ്രതയും വിധ്വംസക പ്രവർത്തനങ്ങളൊക്കെ ഉടലെടുക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് അയൽപക്ക ബന്ധങ്ങൾ നാൾക്ക് നാൾ വിചിത്രമായി കാട് കയറുന്നോ എന്ന് സംശയിക്കേണ്ട രൂപത്തിലുള്ള അങ്ങനെയായാലുള്ള അപകടം മുന്നറിയിപ്പ് നൽകുകയും അത് തീർന്നുകൊണ്ട് അയൽവാസികളെല്ലാം ഒരേ മനസ്സോടെ കഴിയേണ്ടവരാണ് എന്ന് വിളംബരം ചെയ്യുകയും വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രധാനമായും പ്രഥമമായും ഈ വിഷയത്തിൽ നാം ചിന്തിക്കാനുള്ളത്, എല്ലാ സമയത്തും നമ്മൾ ദുആ ചെയ്യുന്ന ഒരു തേട്ടമാണ് തൗഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ എന്നത്. തൗഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സാലിഹീങ്ങളുടെ കൂടെ ചേർക്കുകയും ചെയ്യണേ അല്ലാഹ്. ഇത് വിശ്വാസിയുടെ പ്രാർത്ഥനയാണ്. പക്ഷെ ആരാണ് സ്വാലിഹ്? 5 വക്ത് നിസ്കരിച്ചാൽ സ്വാലിഹാകുമോ? റമദാനിൽ ഒരു മാസം വ്രതമെടുത്താൽ അല്ലെങ്കിൽ അതിനുശേഷമുള്ള സുന്നത്ത് നോമ്പുകൾ കൂട്ടിയെടുത്താലും സ്വാലിഹാകുമോ? പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യൽ കൊണ്ട് മാത്രം ഇബാദത്ത് ഒതുക്കിയാൽ സ്വാലിഹാകുമോ? ആരാണ് സ്വാലിഹ്? ഇസ്ലാമിൽ ഓരോ പ്രയോഗത്തിന് പോലും പ്രത്യേകമായ കാഴ്ചപ്പാടുണ്ട്. സ്വാലിഹ് എന്നതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. അതെന്താ? ആരാണ് സ്വാലിഹ്? അൽ ഖായിമു ബിഹുഖൂഖില്ലാഹ് വബിഹുഖൂഖി ഇബാദിഹി. ഇതാണ് സ്വാലിഹ്. പടച്ചവനോടും പടപ്പുകളോടുള്ള കടമകൾ ഒരുപോലെ പൂർത്തീകരിക്കുന്നവന്റെ പേരാണ് സ്വാലിഹ്. മലയാളത്തിൽ നല്ലവൻ എന്നർത്ഥം വെച്ചാൽ അത് ആ വാക്കിന്റെ പൂർണ്ണമാവുകയില്ല. ഖാലിഖായ റബ്ബിനോടും ഖൽഖിനോടുമുള്ള ഹുഖൂഖുകൾ പൂർണ്ണമായി പാലിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നത് ആരാണോ അവനാണ് സ്വാലിഹ്. റബ്ബ് തആലയോടുള്ള കടമകൾ മാത്രം പ്രത്യക്ഷത്തിൽ ആചാരാനുഷ്ഠാന ഭാവത്തിൽ പ്രകടിപ്പിക്കുന്നവൻ സ്വാലിഹ് അല്ല. എന്നാൽ പടപ്പുകളോട് മാത്രം ചിരിയും കളിയും ഫ്രണ്ട്ഷിപ്പും കൊടുക്കലും വാങ്ങലും മാത്രമായാലും സ്വാലിഹാവില്ല. ഈ 2 ഭാഗങ്ങൾ പൂർണ്ണമായി ഭംഗിയാക്കുന്നത് ആരാണോ അവനാണ് സ്വാലിഹ്. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ ഏൽപ്പിച്ച വിഷയം അയൽവക്കം മതിൽക്കെട്ടുകൾക്ക് അപ്പുറത്ത് എന്നതാണ്. ഇവിടെ ഞാൻ മരണവും അനന്തരവും എന്ന വിഷയം ചർച്ച ചെയ്താൽ ഞാൻ സ്വാലിഹാവൂല. കാരണം എന്നെ ഏൽപ്പിക്കപ്പെട്ടത് അതല്ല. അപ്പൊ നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് കടമയുണ്ട്, അത് ഞാൻ തീർക്കണം. തിരിച്ച് ഞാൻ എന്റെ മഹലിൽ പോയാൽ അവിടെ എനിക്കൊരു കടമുണ്ട്, അത് ഞാൻ തീർക്കണം. അത് കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ പോയാൽ ഭാര്യയുടെ മുമ്പിൽ ഭർത്താവാണ്, അത് തീർക്കണം. എന്റെ അയൽവാസിയുടെ മുമ്പിൽ ഞാനൊരു അയൽവാസിയാണ്, അവിടെ തീർക്കണം. എന്റെ ഉമ്മന്റെ മുമ്പിൽ ഞാൻ മകനാണ്, ഉമ്മയോടുള്ള കടമ തീർക്കണം. എന്റെ മകന്റെ മുമ്പിൽ ഞാൻ വാപ്പയാണ്, കടമ മാറി, മകനോടുള്ള കടമ തീർക്കണം. എന്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ ഞാൻ ഉസ്താദാണ്, അവരോടുള്ള കടമ തീർക്കണം. ഈ ഓരോ ഭാഗങ്ങളിലും കടമ തീർക്കുമ്പോൾ മാത്രമേ സ്വാലിഹാവുകയുള്ളൂ. അപ്പൊ തൗഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ എന്നതൊരു വലിയ അർത്ഥഗാംഭീര്യം അടങ്ങിയിട്ടുള്ള ചെറിയ വാക്കാണ്. തൗഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചവനെ എന്നെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. ഇത് യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തത് പരിശുദ്ധമായ ഖുർആനിൽ ഉദ്ധരിക്കുന്നുണ്ട്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്
പടച്ചവനെ നീ എനിക്ക് രാധാധികാരം നൽകിയിട്ടുണ്ട്, സ്വപ്ന വ്യാഖ്യാനത്തിനുള്ള പാഠവും നൽകിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും എന്റെ യഥാർത്ഥ ലോകത്തേക്കുള്ള പ്രതീക്ഷാ വിഭവങ്ങളല്ല. അതുകൊണ്ട് തവഫനി മുസ്ലിമാ, എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഇതിൽ തന്നെയും ചിന്തിക്കണേ, ഖാലിഖായ റബ്ബിനോടും ഖൽഖിനോടുമുള്ള ഹുഖൂഖുകൾ, കടമകൾ തീർക്കുന്നവനാണ് സ്വാലിഹ് എന്ന് ഞാൻ പറഞ്ഞു. അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്നറിയോ? ഒരർത്ഥത്തിൽ ഖാലിഖിനോടുള്ള കടമയേക്കാൾ ശക്തമാണ് ഖൽഖിനോടുള്ള കടമ. അങ്ങനെയാ? ഒരർത്ഥത്തിൽ പടച്ചവനോടുള്ള കടമയേക്കാൾ ഗംഭീരമാണ്, ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്, ഗൗരവമാണ്, വളരെ കാർക്കശ സ്വഭാവത്തിൽ സ്വീകരിക്കേണ്ടതാണ് പടപ്പിനോടുള്ള കടമ. എന്തുകൊണ്ട്? ഞാൻ ഉദാഹരണം പറയാം. രണ്ട് അയൽവാസികൾ, ഒരുത്തൻ തറാവിന് പങ്കെടുക്കും, തഹജ്ജുദ് പതിവാക്കിയിട്ടുണ്ട്, ളുഹാ കറക്റ്റ് ആണ്, റവാത്തിബ് സുന്നത്തൊന്നും ഒഴിയാറില്ല, ഫർള് നിസ്കാരത്തിൽ ഒന്നാം സഫിൽ ഇമാമിന്റെ വലതുഭാഗത്തുണ്ട്, സദഖയിൽ മുമ്പിലാണ്, വാളിന് മുമ്പിലാണ്, എല്ലാ ദീനീ പ്രവർത്തനങ്ങളിലും മുന്നിലാണ്, ഒരു തെറ്റും ചെയ്യാത്തവനാണ്, തലയിലും തൊപ്പി അഴിക്കാറില്ല, ഞെരിയാണി കീഴോട്ട് വസ്ത്രം ഇറങ്ങാറില്ല, കുടുംബം ഒക്കെ റെഡിയാണ്. അങ്ങനെ ഒരാൾ, അയാളെ തൊട്ടൊരയൽവാസി തറാവീനില്ല, ഖുർആൻ ഒന്നതിന് താല്പര്യമില്ല, എന്നാ പിന്നെ കള്ളുടിക്കും ചെയ്യും. പക്ഷെ റമളാനിൽ ഒന്നിൽ നിർത്തല മൂപ്പര്, ശവ്വാൽ ഒന്നിന് തുടങ്ങും ചെയ്യും. അങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ, റമളാൻ 30 ദിവസം തൊപ്പി, അത് കഴിഞ്ഞാൽ പിന്നെ കുപ്പി, അതിൽപ്പെട്ട ആളാണ്. എല്ലാ തമ്മാടിത്തരം ചെയ്യും. എന്നാ നിങ്ങൾ ചിന്തിക്കണം, രണ്ടയൽവാസികളെയാ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഒരാൾ ഒരു തിന്മയിലും ഇല്ല, എല്ലാ നന്മയിലും മുന്നിലാണ്. തൊട്ടടുത്തുള്ളവനോ നന്മയിലൊന്നുമില്ല, ചെയ്യാത്ത തിന്മയും ഇല്ല. പക്ഷേ അവന് റമളാനായപ്പോൾ പടച്ച തമ്പുരാന്റെ തൗബയുടെ കവാടത്തിൽ മുട്ടുകയാണ്. 100 ആളുകളെ കൊന്നവന് മാപ്പ് കൊടുത്ത അല്ലാഹ്, കൊലയാളികളെ ഔലിയാക്കളാക്കിയ അല്ലാഹ്, വ്യഭിചാരികളെ അക്താബുകളാക്കിയ അല്ലാഹ്, റൗഡികളെ സ്വാലിഹീങ്ങളാക്കിയ റബ്ബേ, ഇനി ഞാൻ കള്ളു കുടിക്കൂല, കൊലക്ക് കൂട്ട് നിൽക്കൂല, വ്യഭിചരിക്കൂല, എനിക്കിനി മാപ്പ് നൽകണേ റബ്ബേ. ഈ ആദ്യത്തെ 10 റഹ്മത്തിന്റെ പ്രപഞ്ചം തുറന്നു വെച്ച വിശുദ്ധമായ രാവിലോ പകലിലോ മനം പൊട്ടി കണ്ണു നിറഞ്ഞ് കവിൾത്തടങ്ങളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് തുടച്ചുകൊണ്ട് പടച്ചവന്റെ മുമ്പിൽ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് കലങ്ങിയ കണ്ണും തുടച്ചുകൊണ്ട് പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് മുഴുക്കുടിയനായി ഈ മനുഷ്യനങ്ങ് അറ്റാക്ക് പിടിച്ച് മരിച്ചാൽ നേരെ സ്വർഗത്തിലാണ്. നമ്മൾ മനസ്സിലാക്കിയ അനുസരിച്ച് അള്ളാഹ്ക്ക് അധികാരമുണ്ട്, പക്ഷെ നമ്മൾ മനസ്സിലാക്കിയ അനുസരിച്ച് നേരെ സ്വർഗത്തിലാണ്. എന്തുകൊണ്ട്? ലാ യലിജുന്നാറ മൻ ബകാ മിൻ ഖശ്യത്തില്ലാഹ്, അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞവൻ നരകത്തിൽ കടക്കൂല. ഇത് മുസ്തഫ നബിയുടെ പ്രഖ്യാപനമാണ്, അതൊരു പ്രഖ്യാപനമാണ്. ലാ യലിജുന്നാറ മൻ ബകാ മിൻ ഖശ്യത്തില്ലാഹ്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് വിതുമ്പിയവൻ കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിൽ കടക്കൂല. നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആണ് നമ്മൾ പ്രതീക്ഷിക്കാൻ. അവന്റെ മുമ്പിൽ പ്രതീക്ഷയ്ക്ക് ഒരുപാട് ആയത്തുകളുണ്ട്, ചരിത്രങ്ങളുണ്ട്, ഹദീസുണ്ട്, അല്ലേ? ഒരുപാട് ആയത്തുകൾ. സുബ്ഹാനല്ലാഹ്. ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സാലിഹാ ഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. പ്രതീക്ഷയാ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അവന്റെ മുമ്പിൽ പ്രതീക്ഷയാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്
ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. അവന്റെ മുമ്പിൽ പ്രതീക്ഷയാണ്. അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബലാ. ഈ ഹദീസ് അവന്റെ മുമ്പിൽ പ്രതീക്ഷയാണ്. ഒക്കെ അവന്റെ മുമ്പിൽ പ്രതീക്ഷയാണ്. അതുകൊണ്ട് അവൻ സ്വർഗത്തിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇപ്പുറത്തുള്ള അയൽവാസികൾ കേട്ടില്ലേ, ഒരു തിന്മില്ല, കള്ളുടിയില്ല, കള്ളിന്റെ കുപ്പി കണ്ടാ ബോധം കെട്ട് വീഴുന്ന ആളാണ്. കള്ളുടിച്ച ആളെ കണ്ടാൽ അസ്തഗ്ഫിറുല്ലാഹി അലീം എന്നിട്ട് ഓടുന്ന ആളാണ്. ഒരു തെറ്റ്, പക്ഷെ അയാൾ ഒരു തെറ്റ് ചെയ്തു. ഈ അയൽവാസിയെ അങ്ങാടി ഇരുന്നിട്ട് പറഞ്ഞു, പഹം വലിയ കുടിയനാ, തച്ച് കൊല്ലണം എന്നാണ് പറഞ്ഞു. ഇനി സുജൂദ് കിടന്നിട്ട് കണ്ണിലൂടെ ബാഷ്പം ഒഴുകിയിട്ട് അവസാനം ചോര ഒഴുകിയാലും ഇയാളുടെ മുമ്പിൽ ഒരൊറ്റ ഹദീസും ഒരായത്തും പ്രതീക്ഷയില്ല. മറ്റാളുടെ മുമ്പിൽ ഡസൻ കണക്കിന് ആയത്ത്, നൂറുകണക്കിന് ഹദീസ്, ആയിരക്കണക്കിന് ചരിത്രങ്ങൾ അയാളുടെ പരലോക മോക്ഷത്തിന് പ്രതീക്ഷയായിട്ടുണ്ടെങ്കിൽ ഈ പൂർണ്ണധർമ്മിയായ മുസല്ലിയായ പൂർണ്ണമായി പള്ളിയിലിരിക്കുന്ന അവസാനത്തപ്പത്തിൽ എണീറ്റ് പോവാതെ ഇത്തികാഫിനിരുന്ന ഈ മനുഷ്യന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ ഒരായത്തും തെളിവില്ല, ഒരു ഹദീസും തെളിവില്ല. ഏതുവരെ? അയാളെ കണ്ടിട്ട് ഞാൻ എന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം എന്ന് പറയുന്നവരെ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഒരായത്തും ഒരു ഹദീസും ഇല്ല. ഇപ്പൊ ആരോടുള്ള കടമയാണ് ശക്തി കൂടുതൽ? അള്ളാഹിനോടുള്ളതോ പടപ്പുകളോടുള്ളതോ? ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ പടപ്പുകളോടുള്ള കടമയ്ക്കാണ് ഗൗരവം കൂടുതൽ. കാരണം അള്ളാഹിനോടുള്ളത് നമ്മൾ അങ്ങനെ കരഞ്ഞാ കഴിഞ്ഞു. ഇനി ആവർത്തിക്കരുന്നുള്ള ശബ്ദം വേണം, ചെയ്തു പോയാലുള്ള ഖേദം വേണം, ബസ്. ഇനി ആവർത്തിക്കൂല എന്ന തീരുമാനം, ചെയ്തു പോയാൽ സങ്കടം, എന്നിട്ടൊന്ന് കരഞ്ഞാൽ അള്ളി നമ്മളുള്ളത് കഴിഞ്ഞു. പക്ഷെ അങ്ങനെ 10,000 പ്രാവശ്യം കരഞ്ഞാലും അള്ളാഹിനോട് പറഞ്ഞ അള്ളാഹു തആല കേൾക്കൂല, അവനോട് കൈ പിടിച്ച് പൊരുത്തപ്പിടിച്ചിട്ടല്ലാതെ. അതുകൊണ്ട് കടമകളിൽ ഈ രീതിയിൽ ചിന്തിച്ചാൽ ഗൗരവം കൂടുതൽ പടപ്പുകളോടുള്ള കടമയ്ക്കാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കണം, സൂറത്തുൽ കൗസർ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. നിശ്ചയം നാം അഅ്തൈനാ തങ്ങൾക്ക് നൽകിയിരിക്കുന്നു, തങ്ങൾക്ക് അൽ കൗസർ പരിശുദ്ധമായ ഖുർആൻ. നമ്മൾ തങ്ങൾക്ക് ഒരുപാട് സന്താനങ്ങൾ നൽകിയിരിക്കുന്നു, നമ്മൾ തങ്ങൾക്ക് സൽസ്വഭാവം നൽകിയിരിക്കുന്നു, തങ്ങളുടെ പെരുമയെ നാം ഉയർത്തിയിരിക്കുന്നു, തങ്ങൾക്ക് നാം എളുപ്പമുള്ള ശരീഅത്ത് നൽകിയിരിക്കുന്നു, സൽസ്വഭാവം തന്നിരിക്കുന്നു, തങ്ങളുടെ പ്രശസ്തിയെ നാം ഉന്നതമാക്കിയിരിക്കുന്നു, തങ്ങൾക്ക് നാം ഹൗലുൽ കൗസറും നൽകിയിരിക്കുന്നു നബിയേ. അതുകൊണ്ട് സല്ലി, തങ്ങൾ 5 വക്ത് നിസ്കരിക്കുക, തങ്ങൾ അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കരിക്കുക. വൻഹർ, സല്ലി എന്ന് പറഞ്ഞിട്ട് വൻഹർ. വൻഹർ, തങ്ങൾ ഉദയ തറുത്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും അറവ് ഉദയ തറുത്തിട്ട് മാംസം ജനങ്ങൾ കൊടുക്കുക. സല്ലി എന്നുള്ളത് അല്ലാക്കാൻ, വൻഹർ എന്നുള്ളത് ഹൽക്കിനാണ്. ഇബാദത്ത് അല്ലാക്കാൻ, ഇറച്ചി കിട്ടുന്ന മനുഷ്യന്മാർക്കാണ്, പ്രത്യേകിച്ച് അയൽവാസികൾ. എന്താ അതിന്റെ അർത്ഥം? അയൽവാസികൾക്കും നാട്ടുകാർക്കും ഗുണം ചെയ്യാതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല, അതതിന്റെ അർത്ഥം. ഖാലിഖിനോടും ഖൽഖിനോടുള്ള ഹുഖൂഖുകൾ പാലിക്കണം, അപ്പോഴേ സ്വാലിയാവുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? ഇവിടെ അതിൽ നമ്മൾ ചർച്ചക്കെടുത്തത് അയൽവാസികളാണ്. അയൽവാസിക്ക് അറബ് ഭാഷയിൽ പ്രയോഗിക്കുന്നത് ജാർ എന്നാണ്. അതിന്റെ അർത്ഥം അഭയം കൊടുക്കുന്ന ആള് എന്നാണ്. അഭയം കൊടുക്കുന്ന ആള്. അപ്പൊ ആർക്ക്? പൊരണ്ടാക്കിയിട്ട് തൊട്ടടുത്തുള്ള ആൾക്ക് അഭയം കൊടുക്കുന്ന ആള്. വീടുണ്ടാക്കിയിട്ട് അടുത്ത് താമസിക്കുന്നവന് അഭയം കൊടുക്കുന്ന ആള്. ആ വാക്കിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. ജാർ, അഭയം കൊടുക്കുന്നവൻ. ആർക്ക്? തൊട്ടടുത്ത് താമസിക്കുന്നവന്. തൊട്ടടുത്ത് താമസിക്കുന്നവന്റെ മുമ്പിൽ വീടുണ്ടാക്കണെന്തിന്? അവന് അഭയം കൊടുക്കാൻ വേണ്ടിട്ട്. സുബ്ഹാനല്ലാഹ്, അത്ര മനോഹരമല്ല പ്രയോഗം. ആ പ്രയോഗത്തിൽ ഉണ്ടല്ലോ ഈ വിഷയം, മതിൽക്കെട്ടിന്റെ അപ്പുറത്ത് കാക്കാൻ പാടില്ല. പ്രയോഗത്തിന്റെ ഉള്ളിലുണ്ട്. ഇസ്ലാമിലെ പ്രയോഗത്തിലൊക്കെ അങ്ങനെ സൗന്ദര്യം കാണാം. ഈടെ അടുത്ത് സ്നേഹം എന്ന വിഷയം സംസാരിക്കാൻ വേണ്ടി പോയപ്പോഴ് സ്നേഹം പ്രകടിപ്പിക്കണോ ഉള്ളിൽ വെച്ചാൽ മതിയിലെ എന്നൊരു സംശയം. ഞാൻ പറഞ്ഞത് ആ വാക്ക് പരിശോധിച്ചാൽ മതി. സ്നേഹം എന്നുള്ളതിന് പ്രയോഗിക്കപ്പെടുന്ന വാക്ക് ഏതാണ്? ഹുബ്. ഹാ എന്നുള്ളതിന് മഖ്റജ് ഉള്ളിലാണ്, പുറത്താണ്. അപ്പൊ ഇതുണ്ടെങ്കിൽ ഉള്ളിലും പുറത്തും വേണമെന്നുള്ളതിന് ഇനി ഹദീസ് വേണം, ഇനി വാദപ്രയോഗം നടത്തണം, ഇനി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വക്കാനുണ്ടാക്കണം.
മനഃശാസ്ത്രം അങ്ങനെയാണ്, ഹദീസും അങ്ങനെയാണ്. പക്ഷെ അത് ഈ വാക്കിലുണ്ട്. മഖ്റജുള്ളില് പുറത്ത് എന്നപോലെ ജാറ് അഭയം കൊടുക്കുന്നവൻ, വീട് കെട്ടിയിട്ട് അഭയം കൊടുക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടല്ലേ നിങ്ങൾ അറിയോ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ അഭയം കൊടുത്തത് ആരാണ്? ഗർഭാശയം കൊണ്ട് അഭയം കൊടുത്ത ഒരാളുണ്ട്. 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും 9 സെക്കൻഡും. സുബ്ഹാനല്ലാഹ്. ഗർഭാശയം കൊണ്ട് അഭയം തന്നത് ആരാണ്? പിന്നീട് 20 എല്ലുകൾ കൂട്ടിപ്പൊടിച്ചാലുള്ള വേദന അനുഭവിച്ചുകൊണ്ട്, കഠിനമായ പ്രയാസം സഹിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് പ്രസവിച്ചുകൊണ്ട് അഭയം കൊടുത്തത് ആരാ? പ്രസവാനന്തരം ചോരപ്പൈതൽ. ആ ചോരപ്പൈതലിന്റെ ആദ്യകാലത്തെ യൂണിവേഴ്സിറ്റി ഉമ്മന്റെ മടിത്തട്ടാ. അതുകൊണ്ട് ആ ഉമ്മന്റെ കാൽ കീഴിലാണ് നാം ലക്ഷ്യം വെച്ചിട്ടുള്ള സ്വർഗം മുസ്തഫ നബി പ്രതിഷ്ഠിച്ചതെങ്കിൽ, അയൽവാസിയോടുള്ള ബന്ധത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരിക്കൽ അള്ളാന്റെ റസൂല് പറഞ്ഞതെന്താണ്? ഹുർമത്തുൽ ജാരി അലൽ ജാർ കഹുർമത്തി ഉമ്മിഹി. ഒരു അയൽവാസി മറ്റൊരു അയൽവാസിയോട് കൊടുക്കേണ്ട പരിഗണനയില്ല. ഒരു അയൽവാസി മറ്റൊരു അയൽവാസിക്ക് കൊടുക്കേണ്ട ബഹുമാനമില്ല. ഒരു അയൽവാസി മറ്റൊരു അയൽവാസിക്ക് കൊടുക്കേണ്ട ഉപകാരമില്ല. ഒരു അയൽവാസി മറ്റൊരു അയൽവാസിയോട് കാണിക്കേണ്ട സൽസ്വഭാവമില്ല. അത് മകൻ ഉമ്മയോട് കാണിക്കേണ്ടത് പോലെയാ എന്ന് നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ. ഉമ്മയെ സ്വാധീനിക്കാതെ സ്വർഗം കിട്ടൂല. ഉമ്മയെ സ്വാധീനിക്കാതെ സ്വർഗം ഇല്ലേ ഇല്ല. അവൻ ആരായാലും ഇല്ല. നമ്മൾ വലിയ ആളുകളായിരിക്കാം, മന്ത്രിയായിരിക്കാം, MLA ആയിരിക്കാം, പ്രഭാഷകനായിരിക്കാം, പ്രബന്ധകനായിരിക്കാം, മുദരിസായിരിക്കാം, ഡ്രൈവർ ആയിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം, ഒക്കെ ഉമ്മാന്റെ ഓർമ്മയിലെത്തിയാൽ കുപ്പായ മാറ്റണം മോനാ. ആ ഉമ്മന്റെ കാൽ കീഴിലാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനമുള്ളത്, സ്വർഗമുള്ളത്. സുബ്ഹാനല്ലാഹ്. ഈ മകൻ ഉമ്മയെ ബഹുമാനിക്കുന്നത് പോലത്തൊരു ബഹുമാനമാണ് പരസ്പരം അയൽവാസികൾക്കിടയിൽ പടച്ചവൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ലേ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുകയാ, അന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പറയുകയാണ്, യൂസിനി മാസാല ജിബ്രീലു യൂസിനി. ആയിഷ, ജിബ്രീൽ എന്നോട് വസിയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാ. ബിൽജാരി, അയൽവാസിയെ സംബന്ധിച്ച് എന്നോട് ജിബ്രീൽ വാചാലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാ. ഹത്താ ലനന്തു, ഞാൻ വിചാരിച്ചു പോയി, യുവരിതുഹു, ഇപ്പം പറയും ജിബ്രീൽ വാരിസീങ്ങളിൽ അയൽവാസിയെ പെടുത്തണം എന്നിപ്പം പറയോ എന്ന് പറഞ്ഞാല് ആയിഷാബിയോട് മുസ്തഫ നബി പറയാണ്, ജിബ്രീൽ എന്നോട് അയൽവാസികളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ആയിഷ, എനിക്ക് തോന്നി മരിച്ചാൽ അയൽവാസിയുടെ സ്വത്തിൽ തൊട്ടടുത്തുള്ള അയൽവാസിക്ക് അവകാശമുണ്ട്. ഉമ്മക്കുള്ളത് പോലെ, വാപ്പയ്ക്കുള്ളത് പോലെ, മോനുള്ളത് പോലെ, മകൾക്കുള്ളത് പോലെ, ഭാര്യയ്ക്കുള്ളത് പോലെ ഒരാൾ മരിച്ചാൽ അയാളെ സ്വത്തിൽ അവകാശിയാണ് അയൽവാസി എന്ന് ഇപ്പം ജിബ്രീൽ പറയും എന്ന് എനിക്ക് തോന്നി. പക്ഷെ അത് പറഞ്ഞില്ല, അതല്ലാത്തതൊക്കെ പറഞ്ഞു ആയിഷ എന്ന് നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണേ, ഇവിടെ ഇബ്നു അബി ജംറ വലിയ മഹാനാണ്. അവര് വിശദീകരിച്ചിട്ട് പറയാണ്, ഫൽ മീറാസ് വലാ ഖിസ്മൈനി. ഈ മീറാസ്, അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ്, ഹിസ്സിയുൻ വ മാനവിയുൻ. ഹിസ്സിയുൻ വ മാനവി, ഒന്ന് ഹിസ്സി ഒന്ന് മാനവി, 2 രീതിയിലാണ്. ഫൽ ഹിസ്സിയു, ഹിസ്സിയായ മീറാത്ത് എന്ന് പറഞ്ഞാൽ അൽ മീറാസ് ബിൽ മാൽ, ഇത് മാൽ കൊണ്ടുള്ള മീറാത്താണ്. മാനവിയായ മീറാത്ത് ഏതാണ്? അൽ മീറാസ് ബിൽ ഇൽമി, ഇൽമ കൊണ്ടുള്ള മീറാത്താണ്. അപ്പൊ ഈ ഹദീസ് നിന്ന് മനസ്സിലാകുന്നുണ്ട്, അയൽവാസിക്ക് അത്യാവശ്യമുള്ള ഇൽമ പഠിപ്പിച്ചു കൊടുക്കൽ അടുത്തുള്ളവന് കടമയാണ്. നമുക്ക് കിട്ടിയ ഇൽമ തൊട്ട അയൽവാസിക്ക് പഠിപ്പിച്ചു കൊടുക്കൽ നമുക്ക് കടമയാണ്.
എന്ന് ഈ ഹദീസിൽ നിന്ന് കിട്ടും എന്നൊരാൾ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റൂല. ഇംകാനുണ്ട് എന്നാണ് നിഷേധിക്കാൻ. ചിന്തിക്കണേ. അതുകൊണ്ടല്ലേ നമ്മുടെയൊക്കെ നാട്ടിൽ പഴയ കാലത്ത് ഞാൻ ഈടെ അടുത്ത് പെരിന്തൽമണ്ണക്കടുത്ത് ആനമങ്ങാട് വാളിന് പോയപ്പോൾ എന്റെ വാളിന്റെ നഗരി ആനമങ്ങാട് മുഹമ്മദ് കുട്ടി വൈസിയുടെ വല്യമ്മാന്റെ പേരിലാ. ആനമങ്ങാട് വൈസിന്റെ നാട്ടിൽ വാളിന് പോയപ്പോ വാളിന് കയറുമ്പോ സ്റ്റേജിലൊക്കെ പേര് മൂപ്പര് വല്യമ്മാന്റെ പേര്. ആ തീരെ കാണല്ലേ, പെണ്ണുങ്ങളെ പേരിൽ നഗരം ഉണ്ടാകും, പക്ഷെ വല്യമ്മാന്റെ പേരില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ വാപ്പന്റെ അടുത്തിരിക്കുന്നുണ്ട്, എന്നോട് പറഞ്ഞു ഉമ്മാന്റെ പേരാണ് നിങ്ങൾ പ്രത്യേകം വാർക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ ആക്കിയെന്ന്. ഇവിടെ ഇരിക്കുന്ന ആളുകൾ എന്ന് മാത്രമല്ല ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത എന്റെ ഉമ്മയാണ്. അയൽവാസികൾ മൊത്തം ഖുർആൻ പഠിച്ചത് എന്റെ ഉമ്മാന്റെ ഇരുന്നാണ്. എന്റെ ഉമ്മ വീട്ടിൽ വെച്ചിട്ട് എല്ലാ ആളുകൾക്കും ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കും. എല്ലാ പെണ്ണുങ്ങളും ഖുർആൻ പഠിച്ചത്. ഇവിടെയുള്ള ഇപ്പൊ വളർന്ന് വലുതായ ഈ ആൺകുട്ടികളൊക്കെ ചെറിയ സമയത്ത്, വലിയ ആണുങ്ങളൊക്കെ ചെറിയ സമയത്ത്, കുട്ടികളാകുന്ന സമയത്ത് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത എന്റെ ഉമ്മയാ. എന്തായിരിക്കും അവർക്ക് പ്രചോദനം? ഈ ഹദീസ് തന്നെ. ഇന്നുമുണ്ട് പൊന്നാനിയിൽ ഞാൻ പരിചയമുള്ളൊരു സഹോദരിയാണ്. 70 വയസ്സോളം ആയിട്ടുണ്ട്. പക്ഷേ ചുറ്റുഭാഗത്തുള്ള മുഴുവൻ സ്ത്രീകൾക്കും ഖുർആനും ഫിഖ്ഹും ഹദീസും താരീഖും തജ്വീദും ഹിസ്ബും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ പ്രിയപ്പെട്ട ഉമ്മയാ. റമദാനായാൽ എന്റെ പള്ളിയിലേക്ക് ഒരു കുട്ടിയെ ക്ഷണിക്കുന്നതാണ്, ഉത്ബോധനം നടത്താനും ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും. സുബ്ഹാനല്ലാഹ്, ഹത്താ വലന്തു അന്നഹു സയുവരിസുഹു. അയൽവാസികളെ അനന്തരക്കാരിൽ പെടുത്തണമെന്ന് ജിബ്രീൽ ഇപ്പം പറയുമോ എന്നെനിക്ക് തോന്നി. ആയിഷ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോ ഇൽമ പഠിപ്പിച്ചു കൊടുക്കൽ മാത്രല്ല, ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ എല്ലാരും ഈ ജാറ് എന്ന് പറഞ്ഞാൽ അതില് ഫാസിക്കും പെട്ട്, സ്വാലിഹും പെട്ട്, മുസ്ലിമും പെട്ട്, കാഫറും പെട്ട്, സുദ്ദീഖും പെട്ട്, അതുവും പെട്ട്, ബലദിയും പെട്ട്, അരീബും എല്ലാം പെട്ട്. പുറത്ത് നാട്ടിൽ നിന്ന് വന്ന ഒരാള് ഷെഡ് കെട്ടിയിട്ട്, ഒരു ടെന്റ് കെട്ടിയിട്ട്, ഒരു താൽക്കാലിക വാടകയ്ക്ക് നമ്മുടെ വീടിന്റെ അരികിൽ താമസിക്കണമെങ്കിൽ അവനും ജാറാണ്. ഓൻ പുറത്തുനിന്ന് വന്നല്ലേന്ന് കരുതരുതെന്നാണ്. ജാറ് എന്നുള്ള വാക്കിലൊക്കെ പെടുന്നു മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ശത്രു പെടും, നമ്മുടെ മിത്രം പെടും, നമുക്ക് അടുത്ത കുടുംബക്കാർ വരും, കുടുംബമല്ലാത്തവർ പെടും, എല്ലാരും പെടും ജാർ എന്ന വാക്കിൽ. ഇനി കേൾക്കണം. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ النبي صلوا عليه صلوات الله عليه وينال البركة كل من صلى عليه وينال البركة كل من صلى عليه. الله 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 അയൽവാസി പട്ടിണി കിടന്ന് പ്രയാസപ്പെടുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ നമ്മുടെ അയൽവാസിയായ മുസ്ലിമാകട്ടെ, അബൂബക്കറാകട്ടെ, അയ്യപ്പനാകട്ടെ, പറങ്കോടനാകട്ടെ, ജോസഫാകട്ടെ പട്ടിണി കിടക്കുമ്പോ ഇപ്പുറത്ത് വയറ് നിറച്ച് ഉണ്ണുന്നവനില്ലേ? അള്ളാന്റെ റസൂല് പറയട്ടെ, ലൈസ മിന്നാ, അവൻ നമ്മിൽപ്പെട്ടവനല്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് പഠിച്ചത് കൊണ്ടല്ലേ സ്വഹാബാക്കൾ പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മകനോട് പറയുകയാണ്, അറവ് നടത്തുന്നതിന്റെ മുമ്പ് തന്റെ പ്രിയപ്പെട്ട മകനോട് പറയുകയാണ്, യാ ഗുലാം
ഇദാ ദബഹത ശാത, നീ ആടിനെ അറുത്താൽ ഫഅത്ഇം ജാറനാ അൽ യഹൂദിയ, യഹൂദിയ നമ്മുടെ അയൽവാസിക്കും കൂടെ നീ ഭക്ഷിപ്പിച്ചോ എന്ന് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു അറുക്കാൻ പോകുന്ന മകനോട് പറയുകയാണ്. ആ സമയത്ത് പ്രിയപ്പെട്ട മകൻ ചോദിക്കുകയാണ്, വാപ്പാ ഖദ് ആദൈതനാ ബിജാരിക. അറുക്കാൻ പോണ സമയത്ത് മോനോട് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് പറഞ്ഞു, നീ ആടിനറുത്തിട്ട് കൂട്ടാൻ വെച്ചാല് കുറച്ച് നമ്മുടെ യഹൂദി അയൽവാസിയും കൊടുക്കാനിട്ട ഒറ്റക്ക് തിന്നരുത് എന്ന് പറഞ്ഞു. ചിന്തിക്കണേ, മുസ്ലിം അല്ല, യഹൂദിയായ അയൽവാസിക്ക് കൊടുക്കാൻ മറക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ മോൻ പറഞ്ഞു, നിങ്ങളെ ഈ അയൽവാസിനെ കൊണ്ട് മനുഷ്യൻ കുടുങ്ങി, അതൊരു മുസ്ലിം അല്ലല്ലോ എന്ന അർത്ഥത്തിൽ. അത് ആദൈത്തനാറിനെ നിങ്ങളെ ഞങ്ങളെ ഉപദ്രവിക്കാണല്ലോ വിചാരിക്ക. ഈ ഒരു നമ്മളെ ഭാഷയിൽ അവിടെ പലതും പറയാം, അയൽവാസിയൊന്നും പറയില്ല. പക്ഷെ ഞാൻ സദസ്സിന്റെ ഓർമ്മത്ത് വാങ്ങിച്ചുകൊണ്ട് പറയുന്നില്ല, നമ്മൾ പലതും അവിടെ പറയാം. ഒന്നല്ലെങ്കിൽ പറയും കുന്തത്തിനെ കൊണ്ട്, അതവിടെ പറയാൻ പറ്റുന്ന വാക്ക് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ പറയുന്ന സ്വാലിയങ്ങളൊന്നും ഇല്ല കേട്ടോ, കാരണം ഇപ്പൊ അങ്ങനെ പറയുന്ന ആളെ സ്വാലിയാക്കണം. അതുകൊണ്ടാണ് ആ സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് പറയുകയാണ്, എന്താ ഈ പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൂസീന, എടാ ഞങ്ങളോട് വസിയത്ത് ചെയ്തിരുന്നു അയൽവാസിന്റെ കാര്യത്തിൽ. ഞങ്ങൾക്ക് തോന്നി അയൽവാസിയെ അനന്തരക്കാരിൽ പെടുത്തണമെന്ന് മുത്ത് ഹബീബ് ഇപ്പം പറയുന്നത് ഞങ്ങൾക്ക് തോന്നി. പക്ഷെ അത് പറയാതെ നിർത്തിയെന്ന് മാത്രം, അല്ലാത്തൊക്കെ പറഞ്ഞു. പിന്നെ എന്താടാ നീ പറയുന്നത്? യഹൂദിക്ക് ഭക്ഷണം കൊടുക്കണ്ടാണോ? കൊടുക്കുക എന്ന് പറഞ്ഞു അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ്. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഇവിടെ അയൽവാസികളോട് കടമ 3 നിലയിലാണ്. അയൽവാസികൾ 3 നിലയിലുണ്ടാവും. ഒന്ന്, അടുത്ത കുടുംബക്കാരൻ മുസ്ലിം അയൽവാസി, അവരോട് 3 കടമയാണ്. 2, കുടുംബക്കാരനല്ല മുസ്ലിം അയൽവാസി, കടമ 2. 3, അമുസ്ലിം അയൽവാസി, അവനോടുമുണ്ട് വലഹു ഹഖ്ഖാനി, അവനുമുണ്ട് ഇവന്റെ ഭാഗത്ത് നിന്ന് ഒരു കടമ കിട്ടാൻ. നബിയുനാ മുഹമ്മദ് മുസ്തഫ. 3 കൂടെ ആവുമ്പോ 3 കടമ അല്ലെ? 1 കുടുംബ ബന്ധത്തിന്റെ കടമ, 2 ഇസ്ലാമിന്റെ കടമ, 3 അയൽവക്ക കടമ. സുബ്ഹാനല്ലാഹ്, ഇന്നിപ്പോ കുറെ ഗ്രാമങ്ങളിൽ ഇത് 3 ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്നാ അവിടെ പോയാലോ കർക്കിടമാസം കണ്ടമാര് മുഖം കറുപ്പിച്ച് ഇങ്ങനെ നടക്കണ്ടാവും, മുണ്ടിയിട്ട് മാസങ്ങളായിട്ടുണ്ടാവും. ഇത് 3 കൂടി എടുത്ത് പറയുന്നത്, 3 കൂടി എടുത്ത്. സുബ്ഹാൻ, ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഇത് വാതിൽ പറയാനുള്ള ഒരു വിഷയമല്ല കേട്ടോ. അതിങ്ങനെ ഓരോ ദിവസം ഓരോ വിഷയം വെച്ചിക്കണം. മൂപ്പര് ഇന്ന് 2 മണിക്കൂർ, ഇന്നലെ ഷാജാ റഹ്മാൻ 2 മണിക്കൂർ, ഇനി നാളെ ബഹുമാനപ്പെട്ട ഓണംപള്ളി ഉസ്താദ് 2.5 മണിക്കൂർ, ഇങ്ങനെ കണക്കൂട്ടാനുള്ളതല്ല. ഇത് ബഹുമാനപ്പെട്ട നേതാക്കൾ സംഘടിപ്പിച്ചത് എന്നെ പോലത്തെ മുത്തലിമ്യങ്ങൾ നിങ്ങളെ പോലത്തെ ഒരു മനസ്സിലാക്കാനാണ്. ഞാൻ അത് പറയുന്നത് ഞാൻ ഉൾക്കൊള്ളാനാണ്, അല്ലെങ്കിൽ ഞാൻ അത് പറയണ്ടല്ലോ. ചുണ്ടിൽ നിന്ന് ചെകിട്ടിലേക്കുള്ള ആചാര വെടിയല്ല പ്രഭാഷണം, അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വചനാമൃത പ്രഘോഷണമായിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് എന്നോടാണ്. മൈക്ക് കെട്ടിയപ്പോ ഇത്തിരി ശബ്ദത്തിലാക്കി നിങ്ങളും കേൾക്ക തീരുമാനം എടുത്ത് വരിക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താ വിഷയം എന്നറിയോ? ഇന്ന് പല ഗ്രാമങ്ങളിലും കുടുംബക്കാരും അയൽവാസികളൊക്കെ ഒരുമിച്ചാണ്, പക്ഷെ അവിടെ പരസ്പരം ഛിദ്രതയാണ്, ഭിന്നിപ്പാണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിക്കണേ, വളരെ ഗൗരവമാണ്, ചിന്തിക്കണേ. കുടുംബവുമാവുക, അയൽവാസിയുമാവുക, എന്നിട്ട് മിണ്ടാതെ നടക്കുക, എന്നിട്ട് മാരണവുമായി ബന്ധപ്പെടുക, എന്നിട്ട് മറ്റവന്റെ പരാജയം തന്റെ വിജയമായി കാണുക, എന്നിട്ട് അവനെ ആക്രമിക്കൽ തന്റെ വിനോദമായി കാണുക. അവർക്ക് മാത്രമല്ല, അവർ ഉൾക്കൊണ്ട ആ നാടിന് അള്ളാന്റെ ബറക്കത്തില്ല. ഇന്നർ റഹ്മത ലാ യൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹിം നബിയുനാ മുഹമ്മദ് മുസ്തഫ. അവർക്കല്ല, അവരുള്ള നാട്ടിൽ അള്ളാന്റെ റഹ്മത്ത് ഉണ്ടാവൂല, മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾ ഇടപെടണ്ടേ? ഇങ്ങനെ ഒരു വിഷയം വെക്കണ്ടേ? കാരണം അത് അവരായിട്ട് മാത്രമാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു. ഇങ്ങനെ ഒരു മഹല്ലിൽ അയൽവാസികൾ തമ്മിൽ ഭിന്നിച്ച് നിന്നാൽ, മിണ്ടാതെ നിന്നാൽ, അലോക്യത്തിൽ നിന്നാൽ, ശത്രുതയിൽ നിന്നാൽ, ആ ഗ്രാമത്തിലേക്ക് അവരടങ്ങിയ കൗമ് എന്ന് പറഞ്ഞാൽ ആ കൗമുള്ള ഒരു നാട്ടിലാണ്. ആ നാട്ടിൽ അള്ളാന്റെ റഹ്മത്ത് ഉണ്ടാവൂല. നബിയുനാ മുഹമ്മദ് മുസ്തഫ. കേട്ടോ, അവരുള്ള സാഹസിൽ ദ്വാരുന്ന ഉത്തരം കിട്ടൂല. സുബ്ഹാനല്ലാഹ്. ദ്വാരക്കനെ കോഴിക്കോട് വലിയ ആളായിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ കോഴിക്കോട് ആയിട്ട് കാര്യമില്ല.
പങ്കെടുക്കുന്ന ആൾക്കാരെ കൂട്ടത്തിൽ നിങ്ങളെ പോലത്തെ സ്വാലിയങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല. എന്നെ പോലത്തെ ഒന്ന് വെട്ടാൻ മതി, ചിലപ്പോൾ ഇജാബത്ത് കിട്ടൂല. അള്ളാഹു കാത്തു. എന്നാ പിന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് കേൾക്കാലോ, അതിനെ അങ്ങനെ പറഞ്ഞേ. അപ്പൊ നിങ്ങളൊക്കെ അങ്ങളി മനസ്സിലാക്കണം, എന്നെ അങ്ങനെ തുറച്ചു നോക്കരുത്. ദ്വാരക്കുന്ന ആരായിട്ടും കാര്യമില്ല, ആമെടുക്കുന്ന ആരായിട്ടും കാര്യമില്ല. ഉമ്മാനോട് മിണ്ടാത്ത ഒരാൾ വന്നിരുന്നാൽ, അയൽവാസിനെ തച്ച ഒരാൾ വന്നിരുന്നാൽ, എളാപ്പാനെ നോമ്പറക്കാൻ വിളിക്കാത്ത ഒരാൾ വന്നിരുന്നാൽ ഒക്കെ നടക്കുന്ന കാലം അത് അങ്ങനെ പറയുന്നതാണ്. ചില സ്ഥലത്തൊക്കെ നോമ്പറക്കാൻ പോയാല് അമ്മായിമ്മയും അമ്മോശനൊക്കെ ഉണ്ടാവും, ഉമ്മാനി വാപ്പാനെ തപ്പിയോ കാണൂല. അമ്മായിമ്മനെ അമ്മോശനൊക്കെ വണ്ടി എടുത്ത് പോയി കൊടുന്നതാ. അമ്മായിമ്മക്കൊന്നും തൊള്ളയിൽ ഒറ്റ പല്ലില്ല, എന്നാലും ഇവനെ ഇലക്ഷന് വോട്ട് ചെയ്യാൻ കൊണ്ടുപോയി കൊടുക്കണം. നോമ്പറക്കാൻ വേണ്ടി നോമ്പറക്കാത്ത ആളൊക്കെ കഴിയൂല, എന്നാലും കൊടുക്കണം. പക്ഷെ വാപ്പിമ്മ എവിടെയാന്ന് വെച്ചപ്പോ പറയാണ് നടക്കാൻ വയ്യായിട്ടാണ്, അത് തൊട്ടടുത്ത വീട്ടില. ഈ പറമ്പിന്റെ അപ്പുറത്താ വാപ്പിമ്മയുള്ളത്, അവർക്ക് നടക്കാൻ വയ്യ. നോക്കുമ്പോ വാപ്പാന്റെ വിരലും ഒരു കുഴിന കണ്ട്. ഉമ്മാക്കാണെങ്കിൽ ചെറിയ അമ്മിന്റെ ഒട്ട് ഇട്ടിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവരെ രണ്ടാളെയും കോരി കൊടുന്ന ഈ മനുഷ്യനാണ് പറയണത് വാപ്പാക്കും ഉമ്മാക്കും നടന്നു വരാൻ വയ്യ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഞാൻ ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഇങ്ങനെ നോമ്പ് തുറ സംഘടിപ്പിക്കുന്നവർക്ക് ലൈലത്തുൽ ഖദറിന്റെ പാതിരാത്രിയിലും മാപ്പില്ല. പറഞ്ഞത് ഞാനല്ല, നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞോ, മുഹമ്മദ് മുസ്തഫ. അപ്പൊ കുടുംബമാണ്, അയൽവാസിയാണെങ്കിൽ മുസ്ലിം ആണെങ്കിൽ കടുപ്പമുള്ള കടമയാണ്, കടുപ്പമുള്ള കടമയാണ്, കടുപ്പമുള്ള കടമയാണ്. നേരെ മറിച്ചോ, കുടുംബല്ലെങ്കിലും കടമക്ക് ഗൗരവം കുറയൂല. ഒരു നമ്പർ വേണമെങ്കിൽ മാറി നിന്നാൽ തന്നെ മറ്റ് 2 നമ്പർ അവിടെയുണ്ട്. ഒന്ന് ഇസ്ലാമിന്റെ കടമ. ഏതാണത്? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി വഫീ റിവായത്തിൻ അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. അവിടെ പിന്നെ അമുസ്ലിമും കടന്നു വരികയാണ്. ഒരു യഥാർത്ഥ മുസ്ലിം ആരാണ്? മൻ ഒരുത്തനാണ് സലിമൽ മുസ്ലിമൂന, മറ്റുള്ള മുസ്ലിമീങ്ങൾ രക്ഷപ്പെടണോ, അല്ലെങ്കിൽ സലിമൻ നാസു, മറ്റുള്ള ജനങ്ങൾ രക്ഷപ്പെടണോ, മിൻ ലിസാനിഹി വയദിഹി, അവന്റെ ഭാഷയിൽ നിന്നും അവന്റെ ആരോഗ്യത്തിൽ നിന്നോ. അതിന് ഇങ്ങനെയും ഒരർത്ഥം വെക്കാം. അൽ മുസ്ലിമു, യഥാർത്ഥ മുസ്ലിം ആരാണ്? മൻ ഒരുത്തനാ സലിമൻ നാസു, ജനങ്ങൾ രക്ഷപ്പെടണോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ രക്ഷപ്പെടണോ, മിൻ ലിസാനിഹി, അവന്റെ ഭാഷ കാരണത്താൽ, അവന്റെ തൂലിക കാരണത്താൽ, അവന്റെ പ്രഭാഷണം കാരണത്താൽ, അവന്റെ സൽസ്വഭാവം കാരണത്താൽ, അവന്റെ നല്ല വർത്തമാനങ്ങൾ കാരണത്താൽ, വയദിഹി, അവന്റെ അധികാരം കാരണത്താൽ. തന്റെ കയ്യിൽ ഒരു അധികാരം കിട്ടിയാൽ അത് അയൽവാസിയെ രക്ഷപ്പെടുത്താനാ. അവന് രാമനാകട്ടെ, പറങ്കോടനാകട്ടെ, ജോസഫ് ആകട്ടെ, ജലീലാകട്ടെ, തന്റെ കയ്യിലുള്ള അധികാരം കൊണ്ട് അവനൊരു ഒപ്പിട്ട് കൊടുത്താൽ അവിടെ ഇസ്ലാമിന്റെ നമ്പറിൽ കടന്നു വരികയാ. അത് ഈമാനിന്റെ പൂർത്തീകരണത്തിന് ഉപകാരമാ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ, അയൽവാസികൾ മുസ്ലിമീങ്ങളായാൽ ഏത് കാഫിറിനും സ്വസ്ഥതയാ, ഏത് കാഫിറിനും സമാധാനമാ, ഏത് മതമില്ലാത്തവനും സമാധാനമാ, ഏത് മതമുള്ളവനും സമാധാനമാ. മാനുഷിക പരിഗണന വെച്ചുകൊണ്ടുള്ള ഒരു സ്നേഹത്തിന്റെ പ്രവാഹം ഈ മുസ്ലിമായ അയൽവാസിയിൽ നിന്നൊഴുകേണ്ടതാ. നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. പള്ളിയിൽ നിസ്കരിച്ചോണ്ട് മാത്രമായില്ല, ഉറപ്പാണ്. പള്ളിയിൽ വന്ന് നിസ്കരിച്ചോണ്ട് മാത്രം ആകൂല. ഇസ്ലാം എന്ന് പറഞ്ഞാല് വെറും പള്ളിയിലോ തൂണിന്റെ ബാക്കിലോ ഏടിലോ ഖുർആനിൽ നോക്കിയാലും മാത്രം. അദ്ദീനു അന്നസീഹ, അദ്ദീനു അന്നസീഹ. ഇമാം ബുഖാരി, മുസ്ലിം. ദീൻ എന്ന് പറഞ്ഞാൽ നസീഹത്താ മുഹമ്മദുർ റസൂലുള്ളാഹി. ലേ എല്ലാരോടും കുന്നാലിമൻ ലില്ലാഹ് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഒരു വാക്കുകൊണ്ടും കൂടി മറ്റുള്ളവർ പറയാം. പക്ഷെ മറ്റുള്ളവർ പറഞ്ഞ് 4 നമ്പർ ഇട്ടു. ലില്ലാഹ് വലികിതാബിഹി വലിറസൂലിഹി വലിഅഇമ്മത്തിൽ മുസ്ലിമീന വഅമ്മത്തിഹി. ലില്ലാഹ് എന്ന് പറഞ്ഞ മുസ്തഫ റസൂലുള്ളാഹ്. മറ്റുള്ള 4 കൂടി ഒറ്റ വാക്കിൽ പറയാലോ. കാരണം ആരാണ് ഈ പറയുന്നത്? ഓതീതു ജവാമി അൽ കലിം മുഹമ്മദ് മുസ്തഫ. പക്ഷെ അത് തിരിയാതെ പോകണ്ട, ഓരോന്നോരോന്നാണ് പറഞ്ഞത്. ലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് അസ്മാഉൽ ഹുസ്ന 99 എണ്ണില്ല. പക്ഷേ അല്ലാത്ത പറഞ്ഞപ്പോ സെപ്പറേറ്റ് പറഞ്ഞു. കാരണം ഇനി തിരിയാതെ പോണ്ട. അതിൽ അയൽവാസികളും പെട്ടു, കുടുംബക്കാരും പെട്ടു, പണ്ഡിതന്മാര് പെട്ടു, പാമരന്മാര് പെട്ടു. ഇതാണ് ദീന്.
എന്ന് തുറന്നടിച്ചു നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ കേട്ടോ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുകയാ, മൻ കാന യുമിൻ ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറാ. അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും വിശ്വസിക്കുന്നവര് അയൽവാസിയെ ബഹുമാനിക്കട്ടെ. ഇവിടെ മുസ്ലിമായ അയൽവാസി എന്ന് പറഞ്ഞില്ല, കാഫിറായ അയൽവാസി എന്ന് പറഞ്ഞില്ല. ആരായാലും അയൽവാസിയോട് അയൽപക്ക ബന്ധ പരിഗണന അനുസരിച്ചുകൊണ്ട് മുസ്ലിമിന് ഒരു ബഹുമാനമുണ്ട്. അത് അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും വിശ്വസിക്കുന്നവർ നടത്തട്ടെ. നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇവിടെ ബില്ലാഹി എന്ന് പറഞ്ഞിട്ട് വൽ മലായികത്തി എന്ന് പറഞ്ഞില്ല, യൗമുൽ ആഖിർ എടുത്തു, അള്ളാഹിനെ എടുത്തു, ഖിയാമത്ത് നാളിനെ എടുത്തു. എന്താ ഹദീസിന്റെ സൗന്ദര്യം! അള്ളാഹിനെ കൊണ്ട് ആരെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ മലായികത്തിന്റെ വിശ്വാസമല്ലേ, കിതാബ് കൊണ്ടുള്ള വിശ്വാസമല്ലേ, അംബിയാ മുർസലിങ്ങളെ കൊണ്ടുള്ള വിശ്വാസമല്ലേ, ഖൈറും ശർറും അള്ളാഹിന്റെ ഭാഗത്ത് നിന്നുള്ള വിശ്വാസമല്ലേ, ഈമാൻകാരി ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹിന്റെ റസൂലുള്ളാഹി അന്ത്യനാളും കിട്ടും. അള്ളാഹിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും വിശ്വസിക്കുകയാണെങ്കിൽ എന്നിട്ട് കൊടുത്തു, ഫൽയുക്രിം ജാറ, അവൻ അയൽവാസിയെ ബഹുമാനിക്കട്ടെ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാര്യം? ഒന്ന് മബ്ദ്, മറ്റൊന്ന് മആദ് എന്ന് പറഞ്ഞാൽ ഒന്ന് വിശ്വാസത്തിന്റെ ആദ്യ നമ്പർ, രണ്ട് വിശ്വസിച്ച ആളുകൾക്ക് കിട്ടുന്ന പാരത്രിക സൽക്കാരത്തിലേക്കുള്ള കവാടമാണ് യൗമുൽ ആഖിർ. അത് എന്താ അതിന്റെ അർത്ഥം? അയൽവാസിയെ ബഹുമാനിക്കുന്ന ആളുകൾ രക്ഷപ്പെടുന്നത് പരലോകത്താണ്. അപ്പൊ ആ പരലോകം അവിടെ കിതാബ് പറഞ്ഞുകൊണ്ട് ഈ അർത്ഥം പെട്ടെന്ന് കിട്ടൂല. അപ്പൊ ആ പരലോകത്തു മബ്ദ് കൊടുത്തു, മആദ് കൊടുത്തു. ഏതും അംഗീകരിക്കപ്പെടണമെങ്കിൽ അഖീദ വേണം. നോമ്പ് വരെ പറഞ്ഞത് എങ്ങനെയല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ, നോമ്പ് പറഞ്ഞില്ല, ആദ്യം പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലദീന ആമനൂ, അതെ അല്ലാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം. സുബ്ഹാനല്ലാഹ്. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. വിശ്വാസമാ പറഞ്ഞത്. നീ പരാജയപ്പെട്ട് എണ്ണിയപ്പോൾ അവിടെയും പറഞ്ഞത് വിശ്വാസമാ. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ. അതുകൊണ്ട് ആരെങ്കിലും അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചാൽ, വൽ യൗമിൽ ആഖിർ അന്ത്യനാളിനെ കൊണ്ട് വിശ്വസിച്ചാൽ, ഫൽയുക്രിം ജാറാ, അവന്റെ അയൽവാസിയെ ബഹുമാനിക്കട്ടെ. നബിയുനാ മുഹമ്മദ് മുസ്തഫ. ചെറിയ കാര്യമില്ല, ഈമാന്റെ മേഖലയിലാ സംസാരം നടന്നത്. അള്ളാഹിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും, അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ച ആളുകളെ അന്ത്യനാളിനെ ശേഷം രക്ഷപ്പെടണോ, അയൽവാസിയെ ബഹുമാനിച്ചോ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പണ്ഡിതന്മാര് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ രാത്രി ഇതിനു വേണ്ടിയിട്ട് വെറുതെ ഒരു കിതാബ് നോക്കിയതാ. പണ്ഡിതന്മാര് പറഞ്ഞിട്ട് ഇത്രത്തോളം പറഞ്ഞു. ഒരു അയൽവാസിന്റെ അടുത്ത് നമ്മൾ വീട് കെട്ടുമ്പോ അവന്റെ വീടിനേക്കാളും നമ്മുടെ വീടിന് ഉയർച്ച കൂടണമെങ്കിൽ അവന് തൃപ്തി ഉണ്ടോ എന്ന് പരിശോധിക്കണം. മുഹമ്മദ് സയ്യിദുനാ മുഹമ്മദ്. ഇത് കുറച്ചങ്ങോട്ട് നീണ്ടാ ചിലപ്പോൾ കുറെ ആൾക്കാർ എണീച്ചോന്ന് എനിക്കൊരു തോന്നലുണ്ട്. ചിലപ്പോൾ ഞാൻ തന്നെ എണീച്ചോണ്ടി വരും. കാരണം എന്റെ വീടിന്റെ വലുപ്പം തൊട്ടടുത്ത അയൽവാസിന്റെ വീടിന്റെ വലുപ്പം കൂടി ഞാൻ തന്നെ നടന്നാൽ ഇവിടെ ഞാൻ തന്നെ എണീക്കേണ്ടി വരും. ഞാൻ അവനോട് സമ്മതം ചോദിച്ചിട്ടൊന്നുമില്ല. ചിലതൊക്കെ നമുക്ക് സൈഡ് എഫക്റ്റ് ആയിട്ട് വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്നലെ ഞാൻ രാത്രി ഒരു കിതാബിൽ കണ്ടതാണ്, ഒരു അയൽവാസി ആ വീടിന്റെ തൊട്ടടുത്ത് വീട് ഇട്ടുകയാണെങ്കിൽ അവന്റെ വീടിനേക്കാൾ നമ്മുടെ വീടിന് റൂമിന് വിശാലത, മേൽക്കൂരക്ക് ഉയർച്ചൊക്കെ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അവന്റെ മനസ്സിനത് പ്രയാസമാവുമെന്ന് നമ്മളൊന്ന് അറിയണം. സുബ്ഹാനല്ലാഹ്. അത് ആരായാലും അവിടെ മുസ്ലിം അയൽവാസിന്റെ കിതാബിൽ പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ എന്റെ സംസാരം കേൾക്കാൻ അമുസ്ലിമുകൾ ഉണ്ടായേക്കാം. റമദാനിൽ നിങ്ങൾക്ക് ഇതല്ലാതെ ഞങ്ങൾക്ക് എന്തെന്നാ പറഞ്ഞുതരാ? മുസ്ലിം അയൽവാസിന് അവിടെ പറഞ്ഞിട്ടില്ല. ഒരു ഹൈന്ദവൻ, ഒരു ക്രിസ്ത്യാനി, അതാണ് ഇപ്പൊ കേരളീയ അന്തരീക്ഷത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇനിയിപ്പോ ഏതാണെങ്കിലും, ഇനിയിപ്പോ പുറത്തുനിന്നൊരു വിദേശിയായ സിഖുകാരൻ വാടക റൂം എടുത്ത് കിട്ടുക, അവന്റെ വാടക റൂമിന് വലിപ്പം കണ്ട്, പക്ഷെ നമുക്കിപ്പോ ആ റൂം പോരല്ലോ, നമുക്ക് ഒരുപാട് റൂം വേണം. അവനോട് ചോദിക്കുന്നത് നല്ലതാണെന്ന് നിർബന്ധമല്ല, നല്ലതാണ്. ഇങ്ങനെ പറഞ്ഞൊരു മതം ഏതാണുള്ളത്? ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്നാളൊരു വലിയ മലയാളി എവിടെ ഞാൻ പറയില്ല, വലിയൊരു തറ എടുത്തിട്ട് അയിമക്കോട്ട് പിന്നെ പുര കയറ്റുന്നില്ല.
ഇയാളെടുത്ത് പൈസന്റെ കുറവല്ല, ആള് വിളിച്ചാല് പണിക്കാർ വരും ചെയ്യും. പക്ഷെ കയറ്റണില്ല. ചോദിച്ചപ്പോ പറഞ്ഞു അത് അപ്പുറത്ത് ഓനെ അബുദാബിന്ന് വരുന്നുണ്ട്, ഓനൊരു തറടുണ്ട്, അതിന്റെ കോല എങ്ങനെ നോക്കട്ടെ എന്നിട്ട് കയറ്റാൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുര. ഇവരൊക്കെ ഈ തറന്റെ മുകളിൽ ഇരുത്തിയിട്ട് ഹദീസ് പറഞ്ഞു കൊടുക്കണം. എങ്ങനെ അല്ല അവന്റെ തറ എങ്ങനെയാണ്, വലുപ്പം എങ്ങനെ, അതിനേക്കാൾ ഇവന് കൂട്ടണം. അതാലും ഇപ്പൊ ഇന്നത്തെ സ്വഭാവം. ആരെടാ പോരാ, ഞാനെടാ പോരാ, ആരെടാ കല്യാണം, ഞാനെടാ കല്യാണം. പിന്നെ എങ്ങനെയുണ്ട് ആരെടാ പോത്ത്, ഞാനെടാ പോത്ത്. അങ്ങക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞുതരാം. എന്നോട് ഗൾഫിൽ നിന്ന് ഒരാള് പറഞ്ഞതാ, മലപ്പുറം ജില്ലക്കാരനാ. എന്റെ ഉപ്പാനെ കൊണ്ട് ഞാൻ തോറ്റു. എന്തെന്ന് വെച്ചു, എന്റെ ഭാര്യ പ്രസവിച്ചിരിക്കണം. അപ്പൊ ഉപ്പ പറഞ്ഞത് 3 കന്നിനെ ഇറക്കണം, 3 പോത്തിനെ ഇറക്കണം. ഓൻ അവിടെ ആകെ ശമ്പളം 1500 റുപ്യാണ്, ദിർഹമാണ്. അത് റൂമും ചെലവൊക്കെ കഴിഞ്ഞാൽ പിന്നെ 800 കിട്ടി. അതുകൊണ്ട് കണ്ട് വാറ്റിപ്പിടിച്ച് പാകിസ്ഥാനികളിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ കടം വാങ്ങിയിട്ടാണ് നാട്ടിലത്തെ കാര്യങ്ങൾ ഒപ്പിക്കുന്നത്. ആ കുട്ടിനോടാണ് ഫോൺ വിളിച്ചിട്ട് തൊള്ളയിൽ പല്ലില്ലാത്ത ഈ കാക്ക പറഞ്ഞത് 3 പോത്തിനെ ഇറക്കണോന്ന്. അപ്പൊ കുട്ടി വെച്ച് എന്താന്ന് വെച്ചു. അപ്പൊ ഇയാളെ തൊട്ട അയൽവാസി, ഇവരെ തമ്മിൽ സുഖമില്ല. അയാളെ മരോള് പ്രസവിച്ചപ്പോ 2 പോത്തിനെ അറുത്തിക്കണ്. ഞാൻ കരുതിയിട്ട് ഒരു 4 പോത്തിനെ ഇറക്കണം എന്നോട് പറയാനാ. എങ്ങനെ തോന്നിയെന്ന് വെച്ചിട്ട് 3 മുതിക്കത് ഞാൻ അയച്ചു ചുരുക്കല്ലട്ടാ. അതെ ഞാൻ പറഞ്ഞ, ആരടാ പോത്ത്, ഞാനടാ പോത്ത്, 2 പോത്തുകൾ. ഇസ്ലാമിലെ സുന്നത്തായ അറിവ് പോലും എവിടെ എത്തി സഹോദരന്മാരെ? ഈ പോക്ക് അങ്ങനെ പോയാൽ ആ നാട്ടിക്ക് സമയത്തിന് മഴ ഇട്ടോ? എന്താ നിങ്ങളെ അഭിപ്രായം? മഴ കിട്ടണമെങ്കിൽ ഈ 2 ആൾ തട്ടിപ്പോണ്ടേ? എന്നാ അവര് തട്ടിപ്പോയാൽ നമുക്ക് തോർക്കാൻ പറ്റും, പിന്നെ നമ്മൾ മയ്യ തൂളിപ്പിക്കേണ്ടിയല്ലേ? എന്തൊരവസ്ഥയത്! ചെറിയ കാര്യമില്ല ഇത്. വെറുതെ കേട്ടു പോകാനല്ല. ഈ ഒരു അശുദ്ധമായ മനസ്സിന്റെ മലീമസമായ കൽബിന്റെ ഉടമകൾ ഭൂമിയിലുള്ള സമയത്ത് മഴ കിട്ടൂല, കിട്ടിയാലൊട്ടത് ഹൈറാവില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കണ്ടോ നിങ്ങള്, നമ്മൾ ഈ മഴയും തണുപ്പും അനുഭവിക്കുമ്പോ തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാനിൽ അതിശക്തമായ തീഷ്ണ കാറ്റ് കൊണ്ട് ഉണങ്ങി മരിച്ചവരുടെ എണ്ണം 600 കവിഞ്ഞിരിക്കുകയാ. ഏത് സമയത്ത് അവ്വലുഹു റഹ്മത്തുൻ എന്ന് പറഞ്ഞ സമയത്ത് കാരണമെന്ത്? പരസ്പരം പോർവിളിയാ, പരസ്പരം ചിത്രതയാ, പരസ്പരം സിഹ്റും മൈനുമാ, പരസ്പരം പാരയും പോരുമാ, പരസ്പരം മേഷണിയും ഭീഷണിയുമാ. അവിടെ റഹ്മത്തിന്റെ പത്താന്ന് അള്ള ചിന്തിച്ചില്ല. ഒരൊറ്റ കാറ്റ് കൊണ്ട് 600 എണ്ണം ഉരുകുകയാ. അള്ളാഹു മരിച്ചവരിൽ മുസ്ലിമീങ്ങൾക്ക് ശുഹദാക്കളുടെ പവർ കൊടുക്കട്ടെ. അവ്വലുഹു റഹ്മത്തുൻ എന്ന് പറഞ്ഞ സമയത്താണ് നടക്കുന്നത്. ഇത് അള്ളാഹ്ക്ക് റമളാനാണെന്ന് ഓർമ്മയില്ലാത്തോണ്ടല്ല കാറ്റ് കൊടുത്തത്. ആ കൊടുത്തത് അള്ളന്നെയാ. എന്നിട്ട് രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല. കാരണം എല്ലാം താറുമാറായി. സദസ്സിൽ വെച്ച് നമ്മൾ അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം, കൂട്ടത്തിൽ കാരണവും കണ്ടുപിടിക്കണം. അല്ലാഹു അവരെ സലാമത്താക്കട്ടെ. എത്രയും പെട്ടെന്ന് ആ ദുരിതത്തിൽ നിന്ന് പാകിസ്ഥാനികളെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. എന്നാൽ എന്താണ് ഇതിന് കാരണമെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഞാൻ ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരാം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തന്റെ പ്രിയപ്പെട്ട ഇക്കാക്കമാര് പൊട്ടങ്കണറ്റിൽ കൊണ്ടുപോയി എറിഞ്ഞ കഥ പരിശുദ്ധമായ ഖുർആന് പറഞ്ഞത് ഒത്തിരി പ്രസംഗത്തിലൂടെ കേട്ട് മനഃപ്പാടമാക്കി നിങ്ങളോട് ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് പേടിച്ച് അതിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാം നഷ്ടപ്പെട്ടതിന് ശേഷം യാക്കൂബ് നബി അലൈഹിസ്സലാം കരഞ്ഞതിന് കണക്കില്ല ഉമ്മ, കരഞ്ഞതിന് കണക്കില്ല പെങ്ങളെ, കരഞ്ഞതിന് കണക്കില്ല കാരണവന്മാരെ. കാരണം കണ്ടുപിടിച്ചോ? കാരണം അയൽവാസിയാണ്. യാക്കൂബ് നബിയാവുന്ന വാപ്പ യൂസുഫ് നബിയാവുന്ന മോന് രണ്ടാളും കൂടി ഇരുന്നിട്ട് ഒട്ടകത്തിന്റെ കുറക് പൊരിച്ചിട്ട് ഇങ്ങനെ തിന്നാണ്. ഇത് പല ഭാഗങ്ങളിലേക്കും ബന്ധപ്പെടുത്തിയിട്ട് വളരെ ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതുമായ ഒരു വിഷയമാണിത്. മോനും വാപ്പ നബിയാണ് യാക്കൂബ് നബി ഇസ്ലാം തന്റെ മോന് യൂസുഫ് നബി ഇസ്ലാമിന്റെ കൂടെ ഇരുന്നിട്ട് ഒട്ടകത്തിന്റെ കുറക് പൊരിച്ചിട്ട് ഇങ്ങനെ തിന്നാണ്, പൊരയിലിരുന്ന് തിന്നാണ്. തൊട്ടടുത്ത അയൽവാസി, ആ അയൽവാസികളുടെ കൂട്ടത്തിൽ വാപ്പ മരിച്ചിട്ടുണ്ട്. ആ പൊരയിൽ വാപ്പ മരിച്ചിട്ടുണ്ട്. ഒരു ചെറിയ യത്തീംകുട്ടി. ആ യത്തീംകുട്ടിക്ക് അന്ന് ഭക്ഷണം കിട്ടിയിട്ടില്ല. ആ കുട്ടി പൊരിച്ച ഇറച്ചിന്റെ ഗന്ധം മൂക്കിലേക്ക് വേഗം വരുമല്ലോ. ആ ഗന്ധം വന്നപ്പോ അമ്മാനോട് പറഞ്ഞു, എനിക്ക് ഇറച്ചി വേണമ്മാന്ന് പറഞ്ഞിട്ടാണ് കരഞ്ഞു.
എനിക്ക് ഇറച്ചി വേണം ഉമ്മാന്ന് പറഞ്ഞിട്ടു ഈ കുട്ടി, അയൽവാസിയെ കുട്ടി കരഞ്ഞു. സത്യത്തിൽ യാക്കൂബ് നബി അത് അറിഞ്ഞിട്ടില്ല. കാരണം അറിഞ്ഞാൽ യാക്കൂബ് നബിനെ തിന്നൂല, മുഴുവൻ കൊടുത്താക്കും. നബിയാണ്, അവർ തെറ്റ് ചെയ്യൂല, അവരിൽ തെറ്റിന്റെ അശേഷം പോലും സ്പർശിക്കില്ല, അത് ഉറപ്പാ. പക്ഷെ യാക്കൂബ് നബി അത് അറിഞ്ഞില്ല. എന്റെ അയൽവാസിയായ വാപ്പല്ലാത്ത മോന് ഈ ഇറച്ചിന്റെ ഗന്ധം മൂക്കിലേക്ക് അടിച്ചു വീശിയിട്ട് ഇതിന്റെ ഒരു കഷ്ണത്തിന് വേണ്ടിയിട്ട് അവിടെ കരയുന്ന എന്ന കാര്യം യാക്കൂബ് നബിക്ക് അറിയില്ല. അറിയാത്തത് കൊണ്ട് യൂസുഫിന് മുമ്പിൽ എടുത്തിട്ട് രണ്ടുപേരും കൂടി ചിരിച്ചിങ്ങനെ തിന്നുകയാണ്. ഇവര് ചിരിച്ചിട്ട് ഈ ഇറച്ചി തിന്നുന്ന സമയത്ത് അപ്പുറത്ത് ആ കുട്ടി ഇത് കിട്ടാത്തതുകൊണ്ട് കരയാണ്. ആ കുട്ടി കരഞ്ഞതിനാണ് അള്ളാഹു തആല പിന്നെ തിരിച്ചിട്ട് ഇതേ മോന്റെ കാരണത്താൽ യാക്കൂബ് നബിയെ കൊണ്ട് കരയിപ്പിച്ചത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാ. സയ്യിദുനാ മുഹമ്മദ്. നമ്മളൊന്ന് നോക്കാൻ, ഇത് ആ ഇറച്ചി തിന്നല് മാത്രം ഒതുക്കരുത് കേട്ടോ. ഇത് ഇന്ന് ഞാൻ വിശദീകരിച്ച് പറയുകയാ. ആർഭാട കല്യാണം, ആഭാസമേളയും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കേട്ടിട്ടില്ലേ? ലക്ഷങ്ങൾ പൊടി പൊടിച്ചുകൊണ്ട് വലിയ വലിയ ധനാഢ്യന്മാർ പ്രവിശാലമായ പന്തല് കെട്ടിട്ടതിന്റെ ഉള്ളിൽ നക്ഷത്രങ്ങളെ പോലെ മിന്നിത്തിളങ്ങുന്ന ഒരുപാട് അലങ്കാര ബൾബുകളും തൂക്കിയിട്ട് 350 പവനും ഒക്കെ കൊടുത്തുകൊണ്ട് 50-60 ലക്ഷം രൂപയുടെ ആഡംബര വണ്ടിയിൽ പോകുന്ന കല്യാണത്തിൽ യാത്ര ചെയ്യുന്ന എത്രയെത്ര ദമ്പതികളാണ് റോട്ടിൽ ആക്സിഡന്റിൽ പെട്ടുകൊണ്ട് അറുത്തിട്ട ആടുകളെ പോലെ കടന്ന് മരിച്ചതായ അനുഭവത്തിന് കേരളമണ്ണ് സാക്ഷിയായത് മുസ്ലിമേ. കാരണം റോഡ് വീതിയില്ല എന്ന് പറയണ്ട, തമിഴ് ലോറി ഡ്രൈവർ കള്ളു കുടിച്ചു എന്ന് പറയണ്ട. ആ ഡ്രൈവർ കള്ളു കുടിച്ചിട്ട് തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ഇതുവരെ ഒരാളെയും കൊന്നിട്ടില്ല. എന്തേ നിന്റെ പുതുനാരിയായ മണവാട്ടിയായ മോളെ മാത്രം കൊന്നത്? അതിനൊരു കാരണമുണ്ട് മുതലാളിമാരെ. 350 പവൻ കൊടുത്തിട്ട് ചലിക്കുന്ന ജ്വല്ലറിയായി നിന്റെ മകളെ ആഡംബര വണ്ടിയില് പുതുമണവാളന്റെ മണിവറയിലേക്ക് തട്ടിവിട്ടപ്പോ നിന്റെ ഒരു അയൽവാസിയില്ലേ, മഴ പെയ്താൽ ചോർതൊലിക്കും, വെയിലുദിച്ചാൽ ശരീരം ചൂടാകും, കാറ്റടിച്ചാൽ പൊളിഞ്ഞു പോകും, ഉറുമ്പുകൾ ഘോഷയാത്ര നടത്തും, പല്ലികൾ ഡാൻസ് കളിക്കും, അതാ എലികൾ നൃത്തമാടും. അങ്ങനെയുള്ളൊരു വീട്ടില്, മണ്ണുകൊണ്ട് തേമ്പി പിടിപ്പിച്ചൊരു വീട്ടില് 24 24 25 വയസ്സുള്ളൊരു പെൺകുട്ടിയില്ലേ മുതലാളിമാരെ? എന്താണ് ആ പെൺകുട്ടിയുടെ കഴുത്തിൽ ഒരു പവൻ മാല പോലും ചാർത്താൻ കഴിയാതെ അടുക്കളയിൽ നിന്റെ ഈ മോള് ആഡംബരത്തിന്റെ വണ്ടിയിൽ ചലിക്കുന്ന ജ്വല്ലറിയായി ആഭരണങ്ങൾ വാരി ധരിച്ചുകൊണ്ട് യാത്ര പോകുമ്പോ അതിൽ നിന്നൊരു വള കിട്ടിയാൽ എനിക്കൊന്ന് ഇറങ്ങാമായിരുന്നല്ലോ, ഒരു മാല കിട്ടിയാൽ എനിക്കൊന്ന് യാത്ര ചെയ്യാമായിരുന്നല്ലോ, കാതിൽ തൂക്കാൻ ഒരു 2 പവൻ കൊടിഞ്ഞു വീണ് കിട്ടിയാൽ എനിക്കൊന്ന് പുതുനാരിയായി മണിയറയിൽ പോകാമല്ലോ. പക്ഷേ പൊന്ന് വാങ്ങിത്തരാൻ എനിക്ക് ഉപ്പയില്ല. എനിക്ക് മാല വാങ്ങി തരേണ്ട എന്റെ ഇക്കാക്ക 2 ക്യാൻസറും 2 കിഡ്നിക്കും തകർച്ച വന്നുകൊണ്ട് കിടപ്പില്ല. പിന്നീട് എന്നെ നോക്കേണ്ട അമ്മാവൻ 2 അറ്റാക്ക് കഴിഞ്ഞുകൊണ്ട് അതിന്റെ ചികിത്സക്ക് പണമില്ലാതെ പള്ളിയാഴ്ച പള്ളികളിൽ ജുമയ്ക്ക് ശേഷം തോർത്തുമുണ്ട് വിരിക്കുകയാ. എന്നെ നോക്കാൻ ആരുമില്ലല്ലോ. മുതലാളി ഒരു നല്ല മനസ്സ് എന്നിലേക്ക് തുറന്നു വെച്ചാൽ എനിക്ക് പോകാമായിരുന്നല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾ പോകുന്ന ആഡംബര വണ്ടിയുടെ ഉള്ളിലേക്ക് ഇടങ്ങണ്ണിട്ട് കൊണ്ട് കട്ടുനോക്കി കരയുന്ന പ്രിയപ്പെട്ട അയൽവാസിയായ പെൺകുട്ടിയല്ലേ, ആ പെൺകുട്ടിയുടെ കണ്ണുനീരാ നിന്റെ മകളെ റോട്ടിൽ നടുക്കഷ്ണമാക്കി മാറ്റിയത്. മനസ്സിലാക്കിക്കോ, ആ മകളുടെ കണ്ണുനീരാ നീ ലക്ഷങ്ങൾ പൊടി പിടിച്ച പന്തലിൽ നിന്ന് ഇറക്കി വെട്ട നിന്റെ മകളില് വെയിലി ചാടി പോവാൻ കാരണം കേട്ടോ. ആ പെണ്ണിന്റെ കണ്ണുനീരാ. എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ട് ഐസ്ക്രീം തിന്നിട്ട് അത് ദഹിക്കുന്നതിന്റെ മുമ്പായിട്ട് മൊഴി ചൊല്ലപ്പെട്ട നിന്റെ മകള് കണ്ണ് തുടച്ചുകൊണ്ട് കലങ്ങിയ കണ്ണുമായിട്ട് കയറി വരാനുള്ള കാരണം എന്തെന്നറിയോ? അതാ പെൺകുട്ടിയുടെ കണ്ണുനീരാ. ലാ യുമിനു അബ്ദുൻ ഹത്താ യഅമന ജാറുഹു ബവായിഖ. നബിയുനാ മുഹമ്മദ് മുസ്തഫ. മറക്കരുത് ആ കാര്യം. ഇത് ശരിക്കും തല കൊടുത്തു നിന്നിച്ചാൽ ഒരുപാട് തൊലാക്കിൽ നിന്ന് കേരളം രക്ഷപ്പെടും. ലാ യുമിനു അബ്ദുൻ, ഇതൊരു തീരുമാനമല്ലേ? ലാ യുമിനു അബ്ദുൻ, ഒരു മനുഷ്യനും പൂർണ്ണ മുഅ്മിനല്ല. ഹത്താ യഅമന ജാറുഹു ബവായിഖ,
അവന്റെ അക്രമത്തിൽ നിന്ന്, അവന്റെ പരിഹാസത്തിൽ നിന്ന്, അവന്റെ അധിക്ഷേപത്തിൽ നിന്ന്, അവന്റെ കട്ടുനോക്കലിൽ നിന്ന്, അവന്റെ പ്രയാസപ്പെടുത്തലിൽ നിന്ന്, അവന്റെ നിസാരപ്പെടുത്തലിൽ നിന്ന് സുബ്ഹാനല്ലാഹ് അയൽവാസി രക്ഷപ്പെടുന്നത് വരെ, ആ അയൽവാസി മുസ്ലിമാകട്ടെ രക്ഷപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരു മനുഷ്യനും പൂർണ്ണ മുഅ്മിനല്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണേ. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആനിലെ 107ാമത്തെ അധ്യായം ഏതാണ്? സൂറത്തുൽ മാഊൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. ഒരഭിപ്രായത്തിൽ ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം അബൂ സുഫിയാനോട് അയൽവാസിയായ യതീംകുട്ടി വന്നിട്ട് ആടിനെ അറുത്തിട്ട് മാംസം കഴിക്കുന്ന സമയത്ത് ഒരു കഷ്ണം എനിക്ക് തരുമെന്ന് വെച്ചു. എനിക്ക് തരുമല്ലോ, എപ്പോ അവിടെ നിന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. വാല മുഹമ്മദ് സയ്യിദുനാ മുഹമ്മദ്. എന്താണ് ആയത്ത്? ദീനിനെ കളവാക്കിയവൻ ആരാന്ന് അങ്ങേക്കറിയോ നബിയേ? ദീനിനെ കളവാക്കിയവൻ ഏത് ദീന്? അദ്ദീനു അന്നസീഹ. ദീനെന്ന് പറഞ്ഞ നസീഹത്താണെന്ന് പറഞ്ഞ ദീനില്ലേ, ആ ദീനിനെ കളവാക്കിയവൻ ആരാന്ന് അങ്ങേക്കറിയോ നബിയേ? എന്നിട്ട് ആദ്യം പറഞ്ഞത് നിസ്കാരത്തിന്റെ കാര്യമല്ല, നോമ്പിന്റെ കാര്യമല്ല, ഹജ്ജിന്റെ കാര്യമല്ല, സകാത്തിന്റെ കാര്യം. ആദ്യം പറഞ്ഞത് ഇതൊന്നുമല്ല. ആദ്യം പറഞ്ഞത് അല്ലദീ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം. ചോദിച്ചു വന്ന അനാഥനെ വിരട്ടി ഓടിക്കുന്നവനാണ് ദീന് കൊണ്ട് കളവാക്കിയവൻ നബിയേ. വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. അവൻ മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കൂല എന്നല്ല പറഞ്ഞത്, ഭക്ഷണം കൊടുക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയുമില്ല. ഇവനാണ് ദീന് കൊണ്ട് കളവാക്കിയവൻ നബിയേ. ദീനിനെ കളവാക്കിയവനെ പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞത് ഖൽഖിനോടുള്ള കടമകൾ, പിന്നെയാണ് ഫവൈലുൽ ലിൽ മുസല്ലീൻ കടന്നു വരുന്നത്. ചിന്തിക്കണേ. ഇതാണ് ഞാൻ തുടക്കത്തിൽ ഒരു ബേസ് ഇട്ടിട്ട് ഈ വിഷയത്തിന് മേൽ സ്ഥാപിച്ചത്. എന്താ ബേസ്? ഒരർത്ഥത്തിൽ മനുഷ്യരോടുള്ള കടമ പടച്ചവനോടുള്ള കടമയേക്കാൾ വലുപ്പമുള്ളതാണ്. കണ്ടില്ല? അർത്ഥം കണ്ടില്ല? ദീനിനെ കളവാക്കിയവനെ ചർച്ചയ്ക്ക് അല്ലാഹു തആല ആദ്യം പറഞ്ഞ 2 നമ്പറിൽ അള്ളാഹിനോടുള്ള കടമ ഇല്ല, മനുഷ്യരോടുള്ള കടമയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. എന്താ മാഊ എന്നുള്ളതിന്റെ അർത്ഥം? ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എന്റെ വിഷയത്തിനോട് ചോദിച്ച ഒരു തഫ്സീർ ഞാൻ പറയാം. മാഊൻ എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ പറഞ്ഞ മാഊൻ എനിക്ക് തിരിഞ്ഞു ആയിഷ. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഇല്ല നബിയേ, അത് അൽ മിൽഹു വന്നാറു വൽ മാ. നബിയുനാ മുഹമ്മദ് മുസ്തഫ റമളാനിന്റെ പട്ടാപ്പകലിന്റെ നട്ടുച്ചയോട് അടുത്ത വിശുദ്ധമായ സദസ്സാണ് മദീന പൂങ്കാവനത്തിൽ നിദ്രകൊള്ളുന്ന മുത്തലി മുഹമ്മദ് മുസ്തഫ. ചൊല്ലിക്കോ, സ്വലാത്തിന്റെ പ്രവാഹം മദീനായുടെ റൗളയുടെ പവിത്രമായ മണ്ഡരികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട്, കോരിത്തെരിപ്പിച്ചുകൊണ്ട്, പുളകമണിയിച്ചുകൊണ്ട് റൗളാ ഷരീഫിന്റെ കസ്തൂരി മണ്ണിൽ വിശ്രമിക്കുന്ന മുത്ത് ഹബീബിന്റെ സാന്നിധ്യത്തിലേക്ക് ഈ പരിശുദ്ധമായ വൈജ്ഞാനിക പൂങ്കാവനത്തിൽ നിന്ന് റമളാനിന്റെ ഗിഫ്റ്റ് കൊടുത്തയച്ചോ നബിയുനാ മുഹമ്മദ് മുസ്തഫ.
അയൽവാസികൾക്കിടയിലുള്ള പടക്കം തീരാൻ, കുടുംബക്കാർക്കിടയിലുള്ള സംഘർഷം അവസാനിക്കാൻ, നാടുകൾക്കിടയിലുള്ള ഭിന്നിപ്പ് അവസാനിക്കാൻ, പാകിസ്ഥാനിലെ തീഷ്ണമായ ഉഷ്ണകാറ്റിന് ഒരു അറുതി വരാൻ, പലരും പറഞ്ഞു പേടിപ്പിക്കുന്ന സൂര്യന്റെ പൊട്ടിത്തെറിയിൽ നിന്ന് സകല നാട്ടുകാരും രക്ഷപ്പെടാൻ, പ്രകമ്പനങ്ങളിൽ നിന്നും ഉൽക്കാവർഷങ്ങളിൽ നിന്നോ എല്ലാ നാട്ടുകാരും രക്ഷപ്പെടാൻ, ലഹരി ബാധിതരായി വിശുദ്ധ റമദാൻ വന്നിട്ടും അള്ളാന്റെ പള്ളിയിലേക്ക് ബന്ധമില്ലാത്ത നമ്മുടെ നാട്ടില് യുവജന സുഹൃത്തുക്കളിൽ ഒരു പറ്റം കത്തിക്കാളുന്ന നരകജ്വാലയിലേക്ക് ഈ ആമ്പാറ്റകളായി പാറിയടക്കുമ്പോ അവരെ ഒന്ന് ഊര പിടിച്ച് തിരിച്ചു വലിക്കാൻ ഈ സദസ്സിൽ നിന്ന് റമദാനിന്റെ ഗിഫ്റ്റ് കൊടുത്തയച്ചോ പുണ്യ നേതാവിന് നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. النبي حاضرون يعلم علم اليقين أن رب العالمين فرض صلى عليه أن رب العالمين فرض صلى عليه الله 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 നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ച തമ്പുരാനെ ഈ സദസ്സിൽ നിന്ന് സ്വലാത്തുകൾ റമദാനിൽ ഞങ്ങളിൽ നിന്ന് ഹദിയായി സ്വീകരിച്ച് അതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും രണ്ട് ലോകത്തും ഇസ്സത്തിലാക്കണേ അല്ലാഹ്. അയൽവാസികൾക്കിടയിലുള്ള തർക്കങ്ങൾ തീർത്തു തരണേ തമ്പുരാനെ, കുടുംബങ്ങൾക്കിടയിലുള്ള ശത്രുതകൾ തീർത്തു തരണേ തമ്പുരാനെ, ജാതികൾക്കിടയിലുള്ള ശത്രുതകൾ തീർത്തു തരണേ തമ്പുരാനെ, മതം മാറിയതിന്റെ പേരിൽ കഴുത്തിലേക്ക് ഖഡ്ഗമോങ്ങുന്ന അപകടത്തിൽ നിന്ന് ഞങ്ങളുടെ നാടിനെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ, ആക്സിഡന്റിൽ നിന്ന് റോഡുകളെയും നാടുകളെയും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന മാരകമായ രോഗങ്ങളിൽ നിന്നും മാറാവ്യാധികളിൽ നിന്നോ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതോ ഭൂമിയിൽ നിന്ന് ഉയർന്നു വരുന്നതായ സകല ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ ത്വാഅത്തിലുള്ള ദീർഘായുസ് കൊണ്ട് ഈ സദസ്സിലെ ഞങ്ങളെല്ലാവരെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും നീ ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. അവസാനം ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മുടെ ദുആ കബൂലാക്കട്ടെ. പറഞ്ഞു വന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹായോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആ വാക്കിന്റെ തഫ്സീർ അറിയുമോ ആയിഷ? ആയിഷ പറഞ്ഞു, ഇല്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മഊൻ എന്ന് പറഞ്ഞാൽ ആയിഷ അൽ മിൽഹു വൽ മാഉ വന്നാറു. അത് കേൾക്കുന്ന പെങ്ങന്മാരെ ഉമ്മമാരെ നോട്ട് ചെയ്തോ. അൽ മിൽഹു വൽ മാഉ വന്നാറു, അത് ഉപ്പും അത് വെള്ളവും അത് തീയുമാണ് ആയിഷ എന്ന് നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. എന്താ തീ? തന്റെ അയൽവാസി തന്റെ വീട്ടിൽ, നമ്മുടെ അയൽവാസി നമ്മുടെ വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, കുറച്ച് ഉപ്പ് തരോ? ആ ഉപ്പ് കൊടുക്കാത്തവന്റെ ഈമാനും ദീനും അല്ലാഹു സ്വീകരിക്കൂല. എന്ന് പറഞ്ഞിട്ടാ ആയത്ത് തുടങ്ങുന്നത്, സൂറത്ത് തുടങ്ങുന്നത്. ആ സൂറത്തിലാ വയംനഊനൽ മഊൻ എന്ന് പറഞ്ഞത്. ദീന് കൊണ്ട് കളവാക്കുന്നത് ആരാന്ന് നിങ്ങൾക്കറിയോ? അവൻ ആരും കൂടെയാ. വയംനഊനൽ മഊൻ, തന്റെ വീട്ടിലേക്ക് കറിയിൽ ഉപ്പിടാനില്ലാത്തത് കൊണ്ട് ഒരല്പം ഉപ്പിന് വേണ്ടി കയറി വന്ന അയ്യപ്പനില്ലേ, ജോസഫില്ലേ, അവൻ മുസ്ലിമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പില്ല അയ്യപ്പ എന്ന് പറഞ്ഞ് തിരിച്ചുവിട്ടാൽ അവന്റെ ദീന് അപൂർണമാ എന്ന് പഠിപ്പിച്ച ഖുർആനാ നാം കയ്യിൽ പിടിച്ചത്. സുബ്ഹാനല്ലാഹ്. വയംനഊനൽ മഊൻ, നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന മുസ്ലിമില്ലേ, ആ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, അവൻ കയറി വന്നിട്ട് ചോദിച്ചു, എന്റെ കിണറ്റില് വെള്ളമില്ല,
കൈ കഴുകാൻ വീട്ടിൽ വെള്ളമില്ല, ഭക്ഷണം വെക്കാൻ വെള്ളമില്ല. ആ സമയത്ത് ഞങ്ങളുടെ കിണറ്റിലും വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ്, കളർ മാറിയിട്ടുണ്ട്. നിനക്കൊരു ബക്കറ്റ് വെള്ളം തന്നാൽ ഞങ്ങൾക്ക് പ്രശ്നമാണ്, പിന്നീട് നീ ഞങ്ങളുടെ ജാതിയിൽ പെട്ടതുമല്ലല്ലോ എന്നൊക്കെ അർത്ഥത്തിൽ പറഞ്ഞിട്ട് വെള്ളം ചോദിച്ചു വന്ന അയൽവാസിയെ ഇറക്കി വിട്ടാൽ അവനും ദീനുകൊണ്ട് കളവാക്കിയവനാണ് ആയിഷ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഈ ദീൻ എങ്ങനെ വർഗീയവാദാവുക, ഈ ദീൻ എങ്ങനെ തീവ്രവാദാവുക? നാളെ ബഹുമാനപ്പെട്ട ഓണംപള്ളി പറയുന്നുണ്ട്. ഇതാണ് ദീന്. അറായിത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന് പറഞ്ഞിട്ട് ആ സൂറത്ത് തുടങ്ങിയത്. ആ സൂറത്ത് അവസാനിക്കുന്നത് എങ്ങനെയാ? വയംനൗനൽ മാഊൻ. ഹുക്കം ഇങ്ങോട്ടും ബാധക, നിയമം ഇങ്ങോട്ടും ബാധക. തന്റെ അയൽവാസി വന്നിട്ട് ഒരു ഗ്ലാസ് പഞ്ചസാര ഒഴിച്ചു. ആ സമയത്ത് നമ്മൾ പറഞ്ഞു ഇവിടെ പഞ്ചസാര ഇല്ല എന്ന് പറഞ്ഞു. സംഗതി ഉണ്ട്, ഇല്ലായിട്ടില്ല എന്ന് പറഞ്ഞാണെങ്കിൽ ഓക്കെ, ഉണ്ട്. എന്നിട്ട് പഞ്ചസാര കൊടുക്കാതെ ഇറക്കി വിട്ടാൽ അവന്റെ ദീന അപൂർണം. ആ കാറി വന്ന അയൽവാസി ആരാകട്ടെ, ഉപ്പ് എന്ന് പറഞ്ഞത് അന്ന് കൂടുതൽ ഉപ്പിന്റെ ഉപയോഗം. ഉപ്പ് എന്ന് പറഞ്ഞ ഉപ്പിൽ മാത്രം എടുക്കണ്ട, ഏത് സാധനം പരോപകാര വസ്തുക്കൾ മുഴുവനും അതിൽപ്പെടും. മഹാന്മാരാ മുഫ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരോപകാര വസ്തുക്കൾ ഏതെല്ലാം പെടും? മുട്ടുസൂചി, കൊട്ടക്കയില്, വിക്കാസ്, അരിവ, മഴു, കത്തി, ഉപ്പ്, പഞ്ചസാര, മുളക് പൊടി, വെള്ളം, തീ, ഇതൊക്കെ അതിൽപ്പെടും. മഹാന്മാർ പഠിപ്പിക്കുകയാ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് തൊട്ടടുത്ത വീട്ടുകാരൻ ടൈലർ പണിക്കാരനാണ്. പെട്ടെന്നൊരാൾക്കൊരു ഷർട്ട് അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവിടെയാണെങ്കിലോ നൂല് കഴിഞ്ഞിട്ടുണ്ട്, പുറത്തു പോയാൽ വാങ്ങാൻ കിട്ടൂല, കാരണം ഞായറാഴ്ചയാണ്. ആ സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യത്തിന് ഒരു കുപ്പായം തുന്നിക്കൊടുക്കാനുള്ള നൂലിന് വേണ്ടി വന്നോ. ആ നൂലാണെങ്കിലോ നാം എടുത്തു വെച്ചതാ അവിടെയുണ്ട്, നമുക്കറിയാം. പക്ഷെ ഈ പാവപ്പെട്ടവൻ വന്നുകൊണ്ട് നൂലിന്റെ ഒരു ചെറിയ കഷ്ണമോ ഒരു കെട്ടോ ചോദിച്ചപ്പോൾ വീട്ടിലുണ്ടായിരിക്കെ ആ നൂല് കൊടുത്തില്ലെങ്കിൽ അവനും ദീനിൽ കളിയാക്കിയവനും കളവാക്കിയവനുമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. നമ്മുടെ അയൽവാസി പൂളത്തറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പൂളത്തറ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പണി എടുത്തുകൊണ്ടിരിക്കുന്നതിൽ ആയുധത്തിന്റെ തലപ്പങ്ങ് പൊട്ടി. ഇനി അതുകൊണ്ട് പൂളത്തറ ഉണ്ടാക്കാൻ കഴിയില്ല. ആ സമയത്ത് നമ്മുടെ വീട്ടിൽ നല്ലൊരു കൈക്കോട്ടുണ്ട്, അത് മൂർച്ചയുള്ളതാണ്, അതിവൻ പലപ്പോഴും കണ്ടതാണ്. ആ സമയത്ത് വീട്ടിൽ നിന്ന് പൊന്നുമോനെ പറഞ്ഞയച്ചു, എടാ കുഞ്ഞാലിയാക്കാന്റെ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ അബ്ദുറഹ്മാനാജിന്റെ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ അബൂബക്കറിന്റെ വീട്ടിൽ നിന്ന് ആ കൈക്കോട്ടൊന്ന് തരാൻ വേണ്ടി പെട്ടെന്ന് തന്നെ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. ഈ കുട്ടിയതാ കൈക്കോട്ടിന് വേണ്ടി ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ ആർത്തിയോടെ അയൽവാസിയായ അബ്ദുറഹ്മാന്റെ വീട്ടിലേക്ക് കയറി വരികയാ. ആ സമയത്ത് ഇവൻ പറഞ്ഞു, ഇത് ഞങ്ങൾ തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല, ഇനി നിങ്ങൾക്ക് തന്നുകൊണ്ട് അതിന്റെ മൂർച്ച പോകണം അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൈക്കോട്ട് ആവശ്യത്തിന് വേണ്ടി കയറി വന്ന അയൽവാസിയായ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ അയൽവാസിയെ തിരിച്ചു പറഞ്ഞയച്ച നിന്റെ കൈക്കോട്ടിന്റെ മൂർച്ച മാത്രമല്ല പോവുക, അത് നിന്റെ ഈമാനിന്റെ മൂർച്ച പോകുന്ന വാക്കാ എന്ന് പഠിപ്പിച്ചു നബിയുനാ മുഹമ്മദ് മുസ്തഫ. കൈക്കോട്ടിന്റെ മൂർച്ച പോകുന്ന പേടിച്ചിട്ടല്ലേ കൊടുക്കാതിരുന്നത്, പക്ഷെ എപ്പോ പോണത് ഈമാന്റെ മൂർച്ച, മൂർച്ചയില്ലാത്ത ഈമാനായി. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ അയൽവാസിയായ ഫാത്തിമ താത്ത ചോറ് വെച്ചിരിക്കുന്നു, തിളച്ചു മറിഞ്ഞിരിക്കുന്നു. കൊട്ടക്കയിൽ ഊറ്റാൻ വേണ്ടി എടുത്തപ്പോൾ അതിൽ ഒരു തവളയെ കണ്ടു. ആ തവള മൂത്രമൊഴിച്ചിരിക്കുന്നു. കഴുകി വൃത്തിയാക്കാൻ വെള്ളം വളരെ കുറവാണ്. ആ സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് ഒരു കൊട്ടക്കയിലിന് വേണ്ടി പറഞ്ഞയച്ചു. കൊട്ടക്കയിൽ എന്ന് പറഞ്ഞാൽ അറിയില്ല, ഭാഷ മാറിയ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ധരിച്ചിരിക്കും ചെയ്യും. ചോറ് ഊറ്റുന്ന സാധനം അതാ ഞങ്ങളുടെ നാട്ടിലെ കൊട്ടക്കയിൽ എന്ന് പറയാം. ആ കൊട്ടക്കയിൽ അന്വേഷിച്ചിട്ട് വന്നാൽ കൊട്ടക്കയിൽ കൊടുക്കാത്തവനും അവന്റെ ദീനും അപൂർണമാണെന്ന് പറഞ്ഞതാണ് വിശുദ്ധ ഖുർആൻ. ചിന്തിക്കണേ, ചിന്തിക്കണേ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ തോളത്ത് കൈവച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, യാ അബാ ഹുറൈറ അഹ്സിൻ മുജാവറത മൻ യുജാവിറുക തകുൻ മുസ്ലിമാ. ഇന്നത്തെ വിഷയത്തിന് ഒരൊറ്റ ഹദീസ് മതി. ഇന്നത്തെ വിഷയത്തിന് ഒരൊറ്റ ഹദീസ് മതി. സുബ്ഹാനല്ലാഹ്.
അഹ്സിൻ മുജാവറത മൻ യുജാവിറുക തകുൻ മുസ്ലിമ യാ അബാ ഹുറൈറ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അബൂ ഹുറൈറ നീ അടുത്തുള്ള അയൽവാസികളോട് നല്ല നിലക്ക് പെരുമാറിക്കോ, എന്നാ മുസ്ലിം ആവാൻ കഴിയും മുഹമ്മദ് മുസ്തഫ. എന്താ വാക്കിന്റെ കടുപ്പം? അഹ്സിൻ മുജാവറത മൻ യുജാവിറുക. നിന്നോട് അയൽപക്കം കെട്ടി താമസിക്കുന്ന ആളോട് നല്ല രീതിയിൽ അയൽപക്കം കെട്ടിക്കോ എന്ന് പറഞ്ഞാൽ മതിൽക്കെട്ടിന്റെ അപ്പുറത്തേക്കാക്കണ്ട. സ്നേഹം മതിൽക്കെട്ടിന്റെ അപ്പുറത്തേക്കാക്കണം. ഉപകാരം കൊടുക്കുമ്പോ അവനെ നിന്റെ മതിൽക്കെട്ടിന്റെ ഉള്ളിലാക്കണം. ക്ഷണം നടത്തുമ്പോ അവനെ നിന്റെ മതിൽക്കെട്ടിന്റെ ഉള്ളിലാക്കണം. ഭക്ഷണത്തിൽ സുഭിക്ഷമായത് വരുമ്പോൾ അവൻ മതിൽക്കെട്ടിന്റെ അപ്പുറത്താണെന്ന് ചിന്തിക്കരുത്. നിന്റെ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ താമസിക്കുന്നവനായി പരിഗണിച്ചുകൊണ്ട് അവനോട് മതിൽക്കെട്ട് പൊളിച്ചുകൊണ്ട് സഹവാസം നടത്തിക്കോ, സ്നേഹം പ്രകടിപ്പിച്ചോ. അബൂ ഹുറൈറ തകുൻ മുസ്ലിമ. അയൽവാസികൾക്കിടയിൽ ആവശ്യമില്ലാതെ മതിൽക്കെട്ട് സ്നേഹത്തിനിടയിൽ മതിൽക്കെട്ട് ഉണ്ടാക്കിയിട്ട് വിരോധത്തിന്റെ ഭിത്തി നിർമ്മിച്ചുകൊണ്ട് അവരോട് സ്നേഹം ഷെയർ ചെയ്യാതെ ജീവിച്ചാൽ അത് നിന്റെ ഇസ്ലാമിന്റെ കേടാണ്. അബൂ ഹുറൈറ മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്. അപ്പൊ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്, ഇവിടെ ഇഹ്സാനാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഈ ഇഹ്സാൻ? ഒരു ചെറിയ വിശദീകരണം ഞാൻ മഹാന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് നടത്താം. ഇവിടെ അയൽപക്ക ബന്ധത്തിന്റെ ഇഹ്സാനിന്റെ പൂർത്തീകരണോ എങ്ങനെയാണെന്നറിയോ? ഫി അർബഅത്തി അശിയാ. അത് 4 വിഷയത്തിലാ. വഅലമോ ഉമ്മത സയ്യിദിനാ മുഹമ്മദ്. ഹദീസിന് അർത്ഥം പറയണല്ലോ. ഇഹ്സാൻ നടത്തിക്കൊന്നു, അയൽവാസികളോട് ഹുസ്ന ചെയ്തോന്ന്. അത് മഹാന്മാർ പറയുന്ന 4 നമ്പറാണ്. 1 അൻ തുവസ്സിയ ബിമാ ഇൻദക. 2 വഅല്ലാ തത്മഅ ഫീമാ ഇൻദഹു. 3 വഅൻ തംനഅൽ അദാ അൻഹു. 4 വഅൻ തസ്ബിറ അലാ അദാഹു. ഇതാണ് അയൽവാസികളോട് നടത്തേണ്ട ഇഹ്സാൻ. മതിൽക്കെട്ട് പൊളിച്ചുകൊണ്ട് കൂട്ടുപിടിക്കുമ്പോ അയൽവാസികളിൽ നമ്മൾ പൂർത്തീകരിക്കേണ്ട നന്മയുടെ ഭാഗങ്ങൾ ചുരുങ്ങിയത് ഈ 4 രൂപത്തിലാണ്. ഞാൻ വിശദീകരിക്കാം. 1 നിന്റെ കയ്യിലുള്ളത് അവനും കൊടുത്തുകൊണ്ട് നീ വിശാലത നടത്തുക. സുബ്ഹാനല്ലാഹ്. നിന്റെ കയ്യിലുള്ള 1 അവനും കൊടുത്തുകൊണ്ട് നീ സ്നേഹം പ്രകടിപ്പിക്കുക, വിശാലത നടത്തുക. നമ്മളെ പൊരയില് അവന്റെ പൊരയില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ പൊരയിലുള്ളൊക്കെ അവനക്ക് കൊടുത്തിട്ട് അവന് നമ്മളതുകൊണ്ട് ഉപകാരം എടുക്കട്ടെ എന്ന് ചിന്തിക്കാം. അവന്റെ അടുത്തുള്ളത് നീ ആഗ്രഹിക്കും ചെയ്യരുത്. എന്നുണ്ട് അവന്റെ അടുത്തുള്ള എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹം വേണ്ട, എന്റെ അടുത്തുള്ള പരമാവധി അവൻ എടുക്കട്ടെ. ഇതങ്ങോട്ട് പൊളിച്ചു വന്നിട്ട് നാട്ടു സമ്പ്രദായം. കാരണം ഇന്നിപ്പോ അയൽവാസികൾ കുടിയിരിക്കല. എന്താ നമ്മൾ ആൽമാർ കൊടുക്കല്ലേ? കൊടുക്കുക, അങ്ങോട്ട് ഇട്ടാളല്ലേ. നിങ്ങളെ നാട്ടിലുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഉണ്ടോ? ആയിക്കോട്ടെ, ഞങ്ങളോട് തന്നെ ഞാൻ പറഞ്ഞേ. അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ പറയായിരുന്നു. നിങ്ങളെ നാട്ടിലുണ്ടെങ്കിൽ നമ്മളൊക്കെ ഈ വിഷയത്തിൽ ഒരുപോലായി. ഞാനത് പലപ്പോഴും കേട്ടിട്ടുണ്ട്, എന്റെ കുടുംബം കേട്ടിട്ടുണ്ട്. എന്റെ കുടുംബത്തിൽ തീരെ കാശില്ലാത്ത ഒരാളുണ്ട്, വലിയ അലമാര വലിച്ചുകൊണ്ട് എന്റെ അടുത്ത് വാങ്ങുന്ന 4000 രൂപ കടം. ഞാൻ ചോദിച്ചു, സാധുവാ നിങ്ങൾ പൈസ ഇല്ലാതെ ഈ അലമാരത്തെ കൊണ്ടെടുക്കേണ്ട ഒരു കസ അത് കണ്ട് കിട്ടാല്ലോ സാർ. എന്റെ മോന്റെ കുടിക്കൽ അപ്പുറം വരുന്നുണ്ടല്ലോ. എന്നിട്ട് മൂപ്പര് ഒരു ശറവും മൂപ്പര് തരുമ്പോ ഇതിനേക്കാളും വലിപ്പമുള്ളത് തരും. എന്നുണ്ട് പൊളിച്ചില്ലേ നാട്ടു സമ്പ്രദായം? ഈ വിശുദ്ധമായ സംസ്കാരത്തെ പൊളിച്ചില്ലേ? എന്താ ഇഹ്സാന്റെ ശറഹ്? എന്താ? അയൽവാസിക്ക് ഇഹ്സാൻ ചെയ്യാന്ന് പറയുമ്പോ അവന്റെ കുടിക്കലിന് സോഫ കൊണ്ടുകൊടുക്കലല്ല, കൊണ്ടേ കൊടുക്കാം, പക്ഷെ തിരിച്ചിട്ടരുതെന്ന് ആഗ്രഹിക്കണം. ഇത് നിബന്ധന വെച്ചിട്ടാ ചിലർ കൊടുക്കുന്നത്. തരണട്ടോ, അല്ലെങ്കിൽ വിവരം അങ്ങോട്ട് അറിയാന്ന് അപ്പൊ പറയില്ല, കൊടുക്കാതിരിക്കുമ്പോഴാ പറയാം. കല്യാണം നടത്തുമ്പോ 1000 കൊടുത്താൽ എന്താ? നമ്മളെ മോള് 17 കഴിഞ്ഞില്ലേ, 1500 കണ്ട് ഇട്ടാളല്ലേ. നമ്മളെ മോൻ ഒരാൾ അബുദാബിയിൽ, ഓന്റെ മോ അമേരിക്കയിൽ, കൊടുക്ക്, തിരിച്ചിട്ടുമ്പോ 2000 ഉറപ്പാ. ഇതൊക്കെ എന്ത് ഹദിയാണ് തമ്പുരാനെ എനിക്കറിഞ്ഞൂടാ. വ്യാപിച്ച് എന്ന് പറഞ്ഞ മനസ്സറിഞ്ഞിട്ടൊരു നന്മ ചെയ്യാൻ പറ്റുന്നില്ല. ഒക്കെ സ്വാർത്ഥതയിൽ കലർന്നു, അല്ലെങ്കിൽ പരോപകാര പ്രതീക്ഷയിൽ, പ്രത്യുപകാര പ്രതീക്ഷയിൽ കലർന്നു, അല്ലെങ്കിൽ റിയായി
അയൽവാസികൾക്കിടയിൽ അവൻ ചെയ്യാത്ത നമ്മൾ ചെയ്യാം. അവന്റെ കല്യാണത്തിന് ഗാനമേള ഉണ്ടായിട്ടില്ല, വീഡിയോ ക്യാമറയും പുലിക്കളിയും കോൽക്കളിയൊക്കെ ഉള്ളത്. എന്നാ പിന്നെ പുലിക്കളി എലിക്കളിയും കോൽക്കളിയും ഗാനമേളയും നമ്മളല്ല. അവിടെ ഇല്ലാത്ത നമ്മൾ എവിടെ എത്തി? ഒരു ജില്ലയിലെ ഒരു മുതലാളി അയൽവാസി ചെയ്യാത്തൊരു വെറൈറ്റി പ്രോഗ്രാം നടത്തി. എന്താ പറയുക, അങ്ങനെയല്ല ഇപ്പൊ പണക്കാരൊക്കെ അങ്ങനെ നോക്കുകയാണ് അവിടെ എന്തൊക്കെ ഉള്ളതെന്ന്. എന്നിട്ട് അവിടെ ഉള്ളത് കണ്ടുപിടിച്ച് അവിടെ ഭക്ഷണമൊക്കെ കണ്ടുപിടിച്ച് ഇവിടുത്തെ അല്ലെങ്കിൽ അതിനായിട്ടൊരു കല്യാണം ഉണ്ടാക്കും. എന്നിട്ട് അവിടെ ഇല്ലാത്ത പരിപാടിക്ക് അവിടെ ഒപ്പിക്കാം. അങ്ങനെ ഒരു മുതലാളി എന്താ ചെയ്തെന്നറിയോ? അയാൾ എങ്ങനെ അയൽവാസി വല്ല മുതലാളി അവര് കല്യാണത്തിന് എല്ലാ പേക്കൂത്തും നടത്തിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അതങ്ങനെ തന്നെ നടത്തുമ്പോ ഞാനും അവനും സമായില്ലേ, ഓന്റെനേക്കാളും വേണം എന്റെ അടുത്തുണ്ടല്ലോ. അപ്പൊ എന്താ ചെയ്യാ, അവനും അല്ല ഈ നാട്ടിൽ ആരും ചെയ്യാത്തൊരു പരിപാടി ഞാൻ ചെയ്യാം. മൂപ്പര് തീരുമാനിച്ചു. എന്താ ചെയ്തതെന്നറിയോ? ഭക്ഷണം കഴിച്ചിട്ട് കൈ എഴുകണ വെള്ളം പഞ്ചസാര വെള്ളാക്കി. ജില്ല ഞാൻ പറയണില്ല, ചിലപ്പോ ആ ജില്ലയിലെ ആളുകൾ ഇവിടെ ഉണ്ടാവുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇത് പിന്നീട് ആളുകൾ ഇറങ്ങാൻ സൗകര്യത്തിന് CD ആയിട്ട് വരുന്നത് പേടിച്ചിട്ട് മാത്രം ഞാൻ പറയുന്നില്ല. ആ നാട്ടുകാരെ കുറവാക്കണ്ടല്ലോ. നിങ്ങൾ എന്നോട് സ്വകാര്യം ഫോൺ ചെയ്താൽ ഞാൻ നമ്പറൊക്കെ തരാം. തൊട്ടടുത്തുള്ള ആളുകളൊന്നും നടത്താത്ത പരിപാടി മൂപ്പര് നടത്താം. എന്താ ഇത് ഇനി ആരും നടത്തൂല, ഉറപ്പാ. കാരണം നമ്മളൊക്കെ എത്ര ആയാലും പോയിരുന്നാലാണ് പഞ്ചസാര വെള്ളം കൊടുക്കുക. അത് ജ്യൂസ് ആകാം, അല്ലെങ്കിൽ സർബത്താകാം, എങ്ങനെ ആവാം. പക്ഷെ ഇയാൾ അങ്ങനെയല്ല. ഇയാള് ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകിയത് സർബത്താക്കി. എന്നിട്ട് മൂപ്പർ അങ്ങനെ പഞ്ചസാര കലക്കിയിട്ട് ഇങ്ങനെ ഇരുന്നു. ഞാനാ അതിന്റെ മേലെ കിടക്കുക? അതല്ല ഇഷ്ടം. ഇനി ഇതിന്റെ മേലെ ആര് കിടക്കും? പഞ്ചസാര വെള്ളം കൊണ്ടാ കൈ ഒഴിപ്പിച്ചത്. പക്ഷെ കേട്ടോ, സൈഡ് എഫക്ട്. ഇയാള് മരിച്ചത് ഒരു ഗ്ലാസ് മൂത്രം കുടിച്ചിട്ടാ. അല്ലാഹു കാത്തു. കാരണേ ഈ എല്ലാത്തിന്റെയും അതാബ് അല്ലാഹു തആല പരലോകത്തേക്ക് നീട്ടിയേക്കൂല. ചിലതിനൊക്കെ സൈഡ് എഫക്ട് ഇവിടുന്ന് കിട്ടും, അഡ്വാൻസ് ഇവിടുന്ന് കിട്ടും, ബാക്കി അവിടുന്ന് കിട്ടുള്ളൂ. എല്ലാരും ഒന്ന് മനസ്സിലാക്കണമല്ല, അതെല്ലാരും ഒന്ന് മനസ്സിലാക്കണമല്ല. കാരണം ഈ പഞ്ചസാര വെള്ളം കൊണ്ട് കൈയൊഴിപ്പിച്ച ഈ മനുഷ്യൻ അയൽവാസികളെ തോൽപ്പിക്കാൻ, തൊട്ടടുത്തുള്ള മുതലാളിമാരെ തോൽപ്പിക്കാൻ, ഇനി എന്റെ അയൽവാസി എന്ന് പറഞ്ഞാൽ തന്നെ എത്ര പേരാ? മഹാന്മാര് പറയുന്നത് എങ്ങനെയാ? വലത് ഭാഗത്ത് 10 വര, ഇടത് ഭാഗത്ത് 10 വര, മുന്നിൽ 10 വര, പിറകിൽ 10 വര. എത്ര പേരായി? 30. ഇതൊക്കെ അയൽവാസികൾ. ആ തൊട്ടടുത്തുള്ളതിനോട് കൂടുതൽ ബന്ധം ഉണ്ടാവും, അത് വേറെ. അല്ലാണ്ട് റസൂലിനോട് ഒരാളെന്ന് പറഞ്ഞു, എനിക്ക് 2 അയൽവാസികളുണ്ട്, 2 അടുത്തടുത്താണ് നബിയെ. എന്റെ അടുത്താണെങ്കിൽ ഒരു സാധനം ഉണ്ട്, ഒരാൾക്ക് തയ്യുള്ള, ആർക്കാ ഞാൻ കൊടുക്കേണ്ടത്? നിന്റെ വീടിന്റെ വാതിലിനോട് ഏതാളെ വീടിന്റെ വാതിലാണോ തൊട്ടടുത്തത് അവന് കൊടുത്താളെ മുഹമ്മദ് മുസ്തഫ. എല്ലാം അല്ലാണ്ട് റസൂലിനോട് ചോദിച്ചാൽ പെട്ടെന്നല്ലേ മറുപടി. ഇടടുത്ത് എന്നോട് ഒരാൾ ചോദിച്ചു, എന്നെ കൊടുക്കാനുള്ള ഒരു ചോദ്യം ചോദിച്ചു. എന്താണെന്നറിയോ? എന്നോട് ചോദിച്ചു, ഒരാൾക്ക്, ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടെങ്കിൽ സ്വർഗത്തിൽ ആരെ കൂടെ പോവാന്ന്. നോക്കാണ് നിങ്ങൾ ഗണീസിന്റെ ചോദ്യം. എന്നിട്ട് ചോദിച്ചോ നിങ്ങൾക്ക് മറുപടി തരാൻ കഴിയില്ല. അത് മൂപ്പരെന്നെ, അതും മൂപ്പരെന്നെ പറയുന്നത്. അതിന് നിങ്ങൾക്ക് മറുപടി തരാൻ കഴിയില്ല. അങ്ങനെ എന്റെ ചോദ്യം. ഇത് സഹാബിയാത്ത് മുസ്തഫ നബിയോട് ചോദിച്ച. ആദ്യം അങ്ങനെ നടന്നൂടെ? ഒരു പെണ്ണിന് ഭർത്താക്കന്മാര് കുറെ ഉണ്ടായിക്കൂടെ? അല്ല, ആദ്യം അതൊരു തീരുമാനമാണല്ലോ. പറ്റുമോ? ഒരു പെണ്ണിന് ഒന്നിലധികം ഭർത്താക്കന്മാർ ഉണ്ടായിക്കൂടെ? ഒരാണിന് 4 ഭാര്യമാര് വരെ പറ്റും, പക്ഷെ ഒരു പെണ്ണിന് പറ്റുമോ? ആര് പറഞ്ഞു പറ്റില്ല? 50 ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞു. ഒരു പെണ്ണിന് 50 ഭർത്താക്കന്മാരുണ്ടാവും. കുടുങ്ങിയോ? ഞാൻ ആലിമ്യങ്ങളോട് മുത്താലിമ്യങ്ങളോടല്ല, ഞാൻ പബ്ലിക്കിനോടാ ചോദിക്കുന്നത്. കുടുങ്ങിയോ? എന്നാ കുടുങ്ങിയിട്ട് എണീറ്റ് പോണ്ട. കേട്ടോളി. ഒരു പെണ്ണിന് ഒരാളാണ് കെട്ടി, അയാൾ സൽക്കാരത്തിന് പോകുമ്പോ തമിഴോട് ഒട്ടിരാണ് മരിച്ചു. ഇത് ഞാൻ വേറെ ആൾ കെട്ടിക്കൂടാ. രണ്ടാമത്തെ കെട്ടിയവനും അറ്റാക്കിൽ മരിച്ചു, മൂന്നാമത്തെ കെട്ടിക്കൂടാ. ഞാൻ ഒരു പെണ്ണിന്റെ 5ാമത്തെ നിക്കാഹ് നടത്തി കൊടുത്താളാ. എനിക്കറിയാം, ഒരു പെണ്ണ് 5 പ്രാവശ്യം പുതിയ ഇറങ്ങി, 5ാമത്തെ നിക്കാഹ് നടത്താനുള്ള യോഗ എനിക്കുണ്ടായത്. 4ാമത്തെ ഭർത്താവിന്റെ ഖബറിന്റെ അടുത്ത് കൂടിയാണ് 5ാമത്തെ ഭർത്താവിന്റെ അടുത്ത് ഇവള് പെണ്ണിറങ്ങി പോണത്. സുബ്ഹാനല്ലാഹ്. ഞാൻ അന്ന് ഒരുപാട് ചിന്തിച്ചു. 4ാമത്തെ ഭർത്താവിന്റെ ഖബർ അത് ഹൈവേ റോഡിന്റെ സൈഡിലാണുള്ളത്. അതിലൂടെ വേണം 6 മാസം കഴിഞ്ഞിട്ട് ഈ പെണ്ണ് പുതുനാരിയായിട്ട് 5ാം ഭർത്താവിന്റെ വീട്ടിലേക്ക് പോണത്. ആ ഖബറിന്റെ അടുത്ത് കൂടി തന്നെ പോയത്. അവിടെ നിന്ന് വണ്ടി എത്തിയിട്ട് ഒരു ഫാത്തിഹയും കൂടി ഓതിയില്ല. അത് ദുനിയാവാണ്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വ്. അവധിയടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ് അടിതെറ്റിക്കും ഇബ്ലീസ്, അടിച്ചിറക്കും നോട്ടീസ്. അടിതെറ്റിക്കും ഇബ്ലീസ്,
അടിച്ചിറക്കും നോട്ടീസ്, അത് വായിച്ച് പഠിച്ച് ഗമിച്ചാൽ പിന്നെ അതാണ് കുലുമാല പീസ്. അന്തസ്സുള്ളൊരു ദുനിയാവേ. അള്ളാഹു ഈ ദുനിയാവില് ഇത് നമ്മളെ അന്തസ്സായി കാണുന്ന ഒരു ദുനിയാവാണ്. ദുനിയാന്ന് പറഞ്ഞാൽ അന്തസ്സുള്ള അർത്ഥം വെക്കാൻ പറ്റില്ല. അതിനാന്നുള്ള അഫ്ലത്തുൽ മുഅന്നസ, അതിന്റെ അർത്ഥം അന്തസ്സില്ലാത്തതെന്നാണ്. ഈ പാട്ട് പാടിയത് മലയാളികളുടെ കൂട്ടത്തിൽ കവാലി സുൽത്താനായ രണ്ടത്താണി ഹംസയാണ്. അത് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു എല്ലാതും ശരിയാക്കണം, പക്ഷെ ആ വാക്ക് ശരിയായില്ല. ഏതെന്ന് വെച്ചാൽ അന്തസ്സുള്ള ദുനിയ. ദുനിയാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അന്തസ്സില്ലാത്തതെന്നാണ്. പിന്നെ ഇനിയിപ്പോ അന്തസ്സുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അതിനെ വ്യാഖ്യാനിച്ചു കൊടുത്തു. അങ്ങനെ അർത്ഥം വെച്ചാൽ മതി. നമ്മൾ അന്തസ്സായി കണക്കൂട്ടിയ ദുനിയാവ്. ഓക്കെ, നമ്മൾ അന്തസ്സായി കണക്കൂട്ടിയ ദുനിയാവ്. അത് ശരിയാ. പക്ഷേ ഇതല്ലേ തസവ്വദ് ഖരീനം മീ ഫിഅലിക ഇന്നമാ ഖരീനുൽ ഫതാ ഫിൽ ഖബർ മാ കാന യഅമലൂ. എന്തിനാ കണ്ണിയത്തുസ്താദിന്റെ നഗറിലായി നാം ഒരുമിച്ച് കൂടിയത്? എന്തിനാ താത്തൂര് ശുഹദാക്കൾ അന്ത്യവിഷമം കൊള്ളുന്ന പവിത്രമായ പ്രവിശ്യയിൽ സമസ്തയുടെ കീഴിൽ ഒരു മർകസുൽ ഉലൂം എന്തിനാ നിങ്ങൾ സ്വർണമോതിരം ഊരിത്തരുന്നത്? എന്തിനാ അള്ളാന്റെ ദീനിന്റെ സംരംഭത്തിന് വേണ്ടി ആവശ്യപ്പെടുമ്പോ പടച്ചവന്റെ പരലോകത്തെ രക്ഷ പ്രാപിക്കാനുള്ള നിയ്യത്തിൽ ആയിരങ്ങൾ വാരിത്തരുന്നത്, ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് എന്തിനാ? റമദാൻ 1 നോമ്പ് തുറന്നവൻ ഇന്ന് മണ്ണിന്റെ അടിയിലാ. റമദാൻ 2 നോമ്പ് തുറ സംഘടിപ്പിച്ചവൻ ഇന്ന് ഖബറിന്റെ അടിയിലാ. റമദാൻ 3 തറാവീഹ് നിസ്കരിച്ചവൻ ഇന്ന് പള്ളിക്കാട്ടിലാ. റമദാൻ 4 ഖുർആൻ ഓതിയവൻ ഇന്ന് പള്ളിക്കാട്ടിലാ. എന്റെ മഹലിന്റെ തൊട്ടടുത്തായ റമദാൻ 5 അസറിന്റെ ശേഷം ഖുർആൻ ഓതിയിട്ട് പള്ളിയിൽ നിന്ന് ജമാഅത്തിന് പങ്കെടുത്തുകൊണ്ട് എണീറ്റുകൊണ്ട് ബൈക്കെടുത്തുകൊണ്ട് പോയ ഒരു ചെറുപ്പക്കാരൻ എതിരെ വന്ന വണ്ടിയിൽ തട്ടിയിട്ട് തലയങ്ങ് പൊളിഞ്ഞിട്ട് 2ാമത്തെ റമദാനിന്റെ അസറാകപ്പോഴേക്ക് മണ്ണിന്റെ അടിയിലാ. تزود قرينا من فعليك إنما قرين الفتى في القبير ما كان يعمل. ألا إنما الإنسان ضيف لأهله يقيم قليلا عندهم ثم يرحلون. അല അറിയണേ, ഇന്നമൽ ഇൻസാൻ നിശ്ചയമായിട്ടും മനുഷ്യനില്ലേ വൈഫുല്ലി അഹ്ലിഹി അവന്റെ കുടുംബത്തിൽ വിരുന്നുകാരനാ, മക്കളുടെ മുമ്പിൽ ഗസ്റ്റാ, ഭാര്യയുടെ മുമ്പിൽ അതിരിയാ, അയൽവാസിയുടെ മുമ്പിൽ ഒരു ടെന്റ് കെട്ടി താമസിക്കുന്ന താൽക്കാലികമായ ഒരു വിദേശിയാ. യുഖീമു ഖലീലാ അയൽവാസികളെ പരസ്പരമായിട്ടുള്ള ഈ പോരില്ലേ, ഇതിനൊരു പരിധിയുണ്ട് കേട്ടോ. ശത്രുതയില്ലേ, ഇതിനൊരു പരിധിയുണ്ട് കേട്ടോ. ആലമുൽ അർവാഹിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള യാത്ര ആലമുൽ ബുത്തൂനാകുന്ന ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ അത് ആലമു ദുനിയാകുന്ന 3ാം സ്റ്റേഷനിലാ നമ്മളുള്ളത്. ഇവിടെയും നമ്മൾ സ്ഥിര താമസക്കാരല്ല. ആലമുൽ ബർസഖിലേക്കുള്ള യാത്രക്കടയിൽ വീട് കെട്ടിയതാണ്. അതല്ലേ അള്ളാന്റെ റസൂല് പറഞ്ഞത്. അള്ളാന്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ ഈത്തപ്പന ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയിട്ടുള്ള പായൽ കടന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രശോഭിതമായ സ്ഫടികമായ സുന്ദരമായ ആ പൂമേനിയിൽ ഈത്തപ്പന ഓലയുടെ ഫോട്ടോ സ്റ്റാറ്റ് പതിഞ്ഞപ്പോ ഇത് കണ്ടുകൊണ്ട് കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് ചോദിച്ചില്ലേ ആയിഷ റളിയല്ലാഹു തആല അൻഹാ, യാ റസൂലല്ലാഹ്, ആ ഈത്തപ്പനയുടെ ഈർക്കിളിയല്ലേ അങ്ങയുടെ ശരീരത്തിൽ കാണുന്നത്? അതിന്റെ കമ്പുകൾ കുത്തിയിട്ട് ചുവപ്പ് അടയാളമല്ലേ ഈ പൂമേനിയിൽ കാണുന്നത്? നബിയേ, നമുക്ക് കിടക്കുന്ന പായ ഒന്ന് മാറ്റിക്കൂടെ യാ റസൂലല്ലാഹ്?
ആയിഷ നീ എന്ത് വിചാരിച്ചോ? എന്റെ മുമ്പുള്ള അമ്പിയാക്കൾ പരലോകത്തേക്ക് യാത്ര ചെയ്ത മുസാഫിരീങ്ങളാ, ഞാനും പരലോകത്തേക്ക് യാത്ര ചെയ്യുന്നൊരു യാത്രക്കാരനാ. അതിന്റെ ഇടയിൽ താൽക്കാലികമായ ഒരു ചെറിയ സൗകര്യത്തിന് വേണ്ടി കെട്ടിയിട്ടുള്ള താൽക്കാലികമായ ഒരു ടെന്റാ ഷെഡാണ് ഈ വീടെങ്കിൽ ഇവിടെ ഇത് മതി ആയിഷ. തറവാട് പരലോകമാ, കൊട്ടാരം സ്വർഗമാ. ഓ പ്രിയപ്പെട്ട മുഅ്മിനേ, ആ സ്വർഗത്തിൽ നമുക്കും കടക്കണ്ടേ? അവിടെ നമ്മെ കാത്തിരിക്കുകയല്ലേ പ്രിയപ്പെട്ട പെങ്ങള് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫജ്ഹദ് ലിദാരിൻ വദ റിൽവാനു ഖാസിനുഹാ والجار أحمد والرحمن بانيها قصورها ذهب والمسك طينتها والزعفران هشيش نابتا فيها مولاي صل وسلم. അതുകൊണ്ട് എന്നോടും എന്നെ കേട്ട പ്രിയപ്പെട്ട ഉമ്മമാരോടും എന്നെ കേട്ട പ്രിയപ്പെട്ട പെങ്ങന്മാരോടും എന്റെ സ്നേഹത്തിന്റെ പ്രതീകങ്ങളായ ചെറുപ്പക്കാരോടും വന്യവയോധികരായ കാരണവന്മാരോടും എനിക്ക് ഈ സമയത്തിൽ ഉണർത്താനുള്ളത്, ഇന്നല്ലെങ്കിൽ നാളെ പിരിയുന്ന ക്ഷണികമായ ചവറാണ് ദുനിയാവേ. യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് എവിടെ നിന്നറിയോ? ഈ ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് എന്നെ കേട്ട ഉമ്മ, എന്നെ കേട്ട പെങ്ങളെ, മഴ കൊള്ളാത്ത പന്തലിന്റെ ഉള്ളിലാ നമ്മളല്ലേ. പക്ഷെ ഇതുപോലെ പന്തലിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് മഴ കൊള്ളാതെ വാഴ കേട്ട നമ്മുടെ വാപ്പച്ചി എവിടെ? നമ്മുടെ ഉപ്പൂപ്പ എവിടെ? നമ്മുടെ ഉമ്മ എവിടെ? നമ്മുടെ വല്യമ്മ എവിടെ? നമ്മുടെ അയൽവാസി എവിടെ? ഈ ശക്തമായ മഴ പെയ്തുകൊണ്ട് ഒലിച്ചിറങ്ങുന്ന ചളിവെള്ളം മടിയിലേക്ക് പോയി നിറയുമ്പോ മൂടുകല്ലിന്റെ അടിയിലായി കേവലം തുണിക്കഷ്ണത്തിൽ പൊതിയപ്പെട്ടതായി കിടക്കുന്ന കഴിഞ്ഞ കൊല്ലം നോമ്പ് പറന്ന അയൽവാസിയെ മറക്കല്ല ഉമ്മ. കഴിഞ്ഞ കൊല്ലം പത്തിരി ഉണ്ടാക്കിയ പാത്തുമ്മയെ മറക്കല്ല പെങ്ങള്. കഴിഞ്ഞ കൊല്ലം നോമ്പ് തുറ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മളെ ക്ഷണിച്ച അയൽവാസിയായ കാരണവരെ മറക്കല്ലേ കാരണവന്മാര്. ഇനി അടുത്ത കൊല്ലം ഇതേ പന്തലിൽ ഇങ്ങനെ സംഘാടകർ വാവ് സംഘടിപ്പിച്ചാൽ, പഠന ക്ലാസ് സംഘടിപ്പിച്ചാൽ, സ്റ്റേജിലിരിക്കാൻ നിങ്ങളുണ്ടാകുമോ? പറയാ ഞാനുണ്ടാകുമോ? സംഘടിപ്പിക്കുന്നവരിൽ എത്ര ആള് ബാക്കിയാകുമോ? കേൾക്കാൻ നിങ്ങൾ ഉണ്ടാകുമോ? ഒന്നും അറിയില്ല. അതുകൊണ്ടാ എല്ലാ ബന്ധങ്ങളും പ്രത്യേകമായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നേരത്തെ പറഞ്ഞ ഹദീസ് ഞാൻ മുഴുവൻ വിശദീകരിച്ചിട്ടില്ല. ആയിഷ, നിന്റെ വീട്ടിലേക്ക് വെള്ളം ചോദിച്ച് കയറി വന്ന അയൽവാസിയെ വെറുതെ വിടല്ല. നിന്റെ വീട്ടിലേക്ക് തീപ്പെട്ടി ചോദിച്ച് വന്ന നാറ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് തീപ്പെട്ടി എന്നും അർത്ഥം വെക്കാം. തീപ്പെട്ടി അല്ലെങ്കിൽ സിലിണ്ടർ അല്ലെങ്കിൽ ആമ്പ്, ഇതൊക്കെ ചോദിച്ച് വന്ന ആളുകളെ കൊടുക്കാതെ വിരട്ടിവിടല്ല. അങ്ങനെ വിട്ടാൽ അത് ദീനിന് പൊളിയാണ്, അത് ദീനിന് പൊളിയാണ്. പോരാ, അവിടെ ഒന്നും കൂടി കേട്ടോ, നല്ല കേട്ടോലെ. ആയിഷ, നിന്റെ വീട്ടിലേക്ക് ഉപ്പ് വാങ്ങാൻ വേണ്ടി വന്ന അയൽവാസിക്ക് നീ ഉപ്പ് കൊടുത്താൽ ആ ഉപ്പ് കൊണ്ട് ഏതെല്ലാം ഭക്ഷണം ഉണ്ടാക്കണോ അതൊക്കെ സ്വതക്ക ചെയ്ത് കൂലി നിനക്കുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നമ്മള് കൊടുത്തത് ഒരു ഗ്ലാസ് ഉപ്പ, ഒരു കയ്യിലുപ്പ. നമ്മളെ അയ്യപ്പന് അല്ലെങ്കിൽ അബൂബക്കർ എന്താവട്ടെ, ഞാൻ ഈ അയ്യപ്പനും അബൂ ഒക്കെ മുമ്പിൽ ഇടുന്ന എന്താ വെച്ചാൽ ഇന്നത്തെ കാലോചിതമായിട്ടുള്ള അവതരണമായിട്ടാണ്. ഇതിലെല്ലാരും പെട്ടു. അയ്യപ്പ മുമ്പിലാകുമ്പോ ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് ആളുകൾക്ക് CD കാട്ടാണെങ്കിലും തെറ്റിദ്ധാരണ പോകും. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ. അയ്യപ്പൻ അല്ലെങ്കിൽ പറങ്കോടൻ അല്ലെങ്കിൽ ജോസഫ് അല്ലെങ്കിൽ അബൂബക്കർ നമ്മുടെ വീട്ടിലേക്ക് ഒരു കയ്യിൽ ഉപ്പിന് വേണ്ടി കയറി വന്നു. നമ്മൾ ഒരു സ്പൂൺ ഉപ്പ്, അതേ നമ്മളെ വീട്ടിലുള്ളൂ, ഒരു സ്പൂൺ ഉപ്പ് കൊടുത്താൽ ഈ ഉപ്പ് കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് എന്തെല്ലാം ഭക്ഷണം ഉണ്ടാക്കുന്നോ അതൊക്കെ സ്വതക്ക നൽകിയ കൂലി നിനക്കുണ്ട് ആയിഷ മുഹമ്മദ് മുസ്തഫ. അയ്യപ്പൻ, പറങ്കോടൻ, രാമൻ, അബൂബക്കർ എന്റെ വക തത്വം പഠിപ്പിച്ചത് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എങ്ങനെയുണ്ട്? നിന്റെ വീട്ടിലേക്ക് അയൽവാസി ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി വന്നു, ഒരു ബക്കറ്റ് വെള്ളത്തിന് വേണ്ടി വന്നു, നീ ഒരു കോപ്പ വെള്ളം കൊടുത്തു.
ആ വെള്ളം കുടിച്ചിട്ട് ആരൊക്കെ ജീവിക്കുന്നോ ഒരു മനുഷ്യനെ ജീവിപ്പിച്ച കൂലിയുണ്ട് ആയിഷ മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് റസൂൽ അവിടെ പറഞ്ഞു, ഒരാള് ജീവൻ കൊടുത്ത് രക്ഷപ്പെടുത്തിയാൽ മുഴുവൻ ആളുകളെ രക്ഷപ്പെടുത്തിയതുപോലെയാണ്. അതുകൊണ്ട് ഈ വെള്ളം കുടിച്ചുകൊണ്ട് രക്ഷപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അത് മുഴുവൻ ആളുകളെയും ജീവൻ കൊടുത്ത് രക്ഷപ്പെടുത്തിയതിന് തുല്യമാണ് ആയിഷ എന്ന് മുഹമ്മദ് മുസ്തഫ. ഇനി കൂട്ടി വായിച്ചോ, നമ്മുടെ വീട്ടിലേക്ക് ഒരു പാത്രം വെള്ളത്തിന് വേണ്ടി കയറി വന്ന അയ്യപ്പൻ, നമ്മുടെ വീട്ടിലേക്ക് ഒരു കോപ്പ വെള്ളത്തിന് വേണ്ടി കയറി വന്ന രാമൻ, നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി കയറി വന്ന അബൂബക്കർ. ആ മനുഷ്യന്റെ കയ്യിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്താൽ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യന്മാരെയും ജീവിപ്പിച്ചതിന് തുല്യമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇപ്പൊ ഉറക്ക സലാത്തിലേക്കോ, മുഹമ്മദ് മുസ്തഫ അൽ ഹസൻ ثم الحسين للنبي ريحانة فاطمة قرة عين جدهم صلوا عليه فاطمة قرة عين جدهم صلوا عليه الله 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 ഞാൻ സാന്ദർഭികമായിട്ടൊരു ചരിത്രം ഓർത്തു പോവുകയാ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ വഫാത്തായത് റമളാനിലാ. ഖദീജ റളിയല്ലാഹു തആല അൻഹാ വഫാത്തായത് റമളാനിലാ. ആയിഷ റളിയല്ലാഹു തആല അൻഹാ വഫാത്തായത് റമളാനിലാ. അല്ലാഹുവേ, ഞങ്ങളെ ഉമ്മമാർക്ക് ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. എസ്കെഎസ്എഫിന്റെ ഈ പ്രവർത്തകന്മാർ, കർമ്മോത്സുകരായ കർമ്മഭടന്മാരായ പണ്ഡിതന്മാർ, പ്രവർത്തകന്മാർ, സംഘാടകർ സംഘടിപ്പിച്ച ഈ വൈജ്ഞാനികമായ റമളാനിലെ ആത്മീയ സൽക്കാരത്തിൽ നിന്ന് ഈ പറയുന്നതിന്റെ ചൊല്ലുന്നതിന്റെ സവാബ് ഈ മഹദികളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈ സദസ്സിനെ കബൂലാക്കണേ അല്ലാഹ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ, ഹസൻ ഹുസൈനാർക്ക് പനി വരികയാ, പനി അങ്ങ് മൂർച്ഛിക്കുകയാ. അയൽവാസിയോടുള്ള കടമ എങ്ങനെയാ പൂർത്തിയാക്കേണ്ടത് എന്നതിന് ഫാത്തിമ മോളുടെ ചരിത്രം കേട്ടോ പെണ്ണേ. ഹസൻ ഹുസൈനാർക്ക് പനി വന്നപ്പോ, ആ പനി അങ്ങ് മൂർച്ഛിച്ചപ്പോ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ തന്റെ പ്രിയപ്പെട്ട കുട്ടികളുടെ പനി മാറാൻ വേണ്ടി നോമ്പ് നോക്കാൻ നേർച്ചയാക്കുകയാ. ചിന്തിക്കണേ, കുട്ടികളെ പനി മാറാൻ വേണ്ടി നോമ്പ് വെക്കാൻ നേർച്ചയാക്കിയിട്ട് കുട്ടികളെ പനി മാറി. 3 നോമ്പ് വെക്കാനാണ് നേർച്ചയാക്കിയത്. ആ 3 നോമ്പ് വെച്ചപ്പോഴേക്ക് കുട്ടികളെ പനി മാറി. അത് വേറെ വിഷയമായിട്ട് പറയേണ്ടത്, അപ്പൊ എന്റെ വിഷയം അല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ഞാൻ കയറുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അലിയാരോട് പറഞ്ഞു, അസുഖം മാറിയത് എങ്ങനെയാണെന്നറിയോ? ഇല്ല, നോമ്പ് വെച്ചിട്ടാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അലിയാർ പറഞ്ഞു, നേർച്ചയാക്കിയാണോ എന്ന് വെച്ചാൽ നമ്മളെല്ലാരും കൂടി നോക്കാറ്. അത് അലിയാർ പറയാൻ ഒരു കാരണമുണ്ട്. അന്ന് കുട്ടികൾക്കും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്കും ഭക്ഷണം കൊടുക്കാൻ അലിയാരെ കയ്യിൽ കാശില്ല, പട്ടിണി പാവമാണ്. അല്ലാഹു അവർക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ. അപ്പൊ നോമ്പോറ്റാ കൂലിട്ടും ചെയ്യും, ഇതിന്ന് രക്ഷപ്പെടുകയും ചെയ്യും, ചെലവ് കൊടുക്കണ്ട. എന്നാ പിന്നെ നമ്മൾ നോമ്പ് വെക്കാം, കുട്ടികൾക്കും നോമ്പുണ്ടായിക്കോട്ടെ. 2 ചെറിയ കുട്ടികൾ അലിയും ഫാത്തിമയും നോമ്പ് വെക്കാൻ തീരുമാനിച്ചു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹു അവർക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ. രാത്രി അത്തായം കഴിക്കല്ല, അത്തായം കുടിക്കാണ്. നിങ്ങൾ കേട്ടിക്കണം, അത്തായം കുടിച്ചിട്ട് നോമ്പർ നോക്കണത്. അത്തായം കുടിക്കുക എങ്ങനെ? കഴിക്കാവുന്നില്ല. അപ്പൊ കുട്ടികൾക്ക് വെള്ളം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വെള്ളം കൊടുത്തിട്ട് അത്താഴാണത്, പച്ച വെള്ളം ഹസൻ ഹുസൈനാർക്ക് കൊടുത്തു. ഇവർ 2 പേരും കുടിച്ചു. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, ഇതിപ്പോ വെള്ളം കുടിച്ചിട്ട് നമ്മൾ നോമ്പ് നോൽക്കാം, മഗ്രിബും കിട്ടായാൽ വാപ്പ കുറെ ഭക്ഷണം ഏറ്റവരും, അപ്പൊ നമുക്ക് തിന്നാന്ന്. ഇതിങ്ങോട്ട് കേട്ടപ്പോ കുട്ടികൾ വെള്ളം കുടിച്ചിട്ട് നോമ്പൊക്കെ നോക്കും. അലിയാർക്കാണെങ്കിലോ നേരം വെളുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ ബേജാറായി. കാരണം ഭക്ഷണം കൊണ്ടുവരുന്ന കുട്ടികളോട് പറഞ്ഞിട്ടാലോ വെള്ളം കുടിച്ചിട്ട് പരിപാടി തുടങ്ങിയത്, കയ്യിൽ പൈസ ഇല്ല. അല്ലാഹുവേ, അവർക്ക് ദർജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്, ദർജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവരെ മദത് ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. നമ്മളൊക്കെ കഴിക്കണ ഭക്ഷണം ഇപ്പൊ നോമ്പറക്കുമ്പോ ചിലവര് വയറ് നിറഞ്ഞാലും എണീക്കണില്ല, കൈ കടയുമ്പോഴാണ് എണീക്കണേ, ഇരുന്ന് തിന്നാണ്. തറാവിയൊക്കെ കഴിയുമ്പോ പെരുമ്പാമ്പ് ഏറെ വിഴുങ്ങി വരണ മാതിരി. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. കാരണം നമ്മളിപ്പോ റമളാന് നോമ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ മനസ്സിലാക്കിയതോ, അള്ളാഹിനോട് വൈരാഗ്യം തീർക്കാം. ഉച്ചക്ക് ഇങ്ങനെ പറച്ചവനോട് പറയാം, മഗ്രിബായിട്ട് കാണിച്ചു തരാം. മഗ്രിബ് കിട്ടി പാവം കൊടുത്താ പറ തൊറ അത്തായം മുത്തായം പത്തായം എന്നിട്ട് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ ലഗേജ് കയറ്റണം.
ഇതെന്തിനാ ഈ വിഷയത്തിന്റെ ഇടയിൽ എടുത്തിട്ടെന്നറിയോ? അങ്ങനൊന്നും ചെയ്യരുത്, അത് ദീനിന് നാശാണ്. തറാവിയൊക്കെ വെറുതെ വയസ്സന്മാര് സാധാരണ വരലുണ്ട് നിക്കരിക്കാന്ന്, അങ്ങനെ ആവുള്ളൂ. നിക്കരിക്ക പരലോകത്തൊന്നും. കാരണം ഈ ബാരൊക്കെ കൂടി ഇത് ബലൂണുമാരും കൊണ്ട് വീർപ്പിച്ചാല് എങ്ങനെയാ തറാവി ഒത്തുപോവാ? അതാണല്ലോ ചില സ്ഥലത്തൊക്കെ. നാളെ ഒരു സ്ഥലത്ത് ഇമാമ 21-ാമത്തെ റക്അത്ത് എണീച്ചതാ. അപ്പൊ മുമ്പിൽ നിന്നിട്ട് ഒരാൾ പയ്യെ ചീറും പോലെ. ഇതിപ്പോ ഓർമ്മപ്പെടുത്തൊന്നുമില്ല, വൈരാഗം തീർക്കുക. എന്താ അതിന്റെ അർത്ഥം അറിയോ? നമുക്ക് കഴിഞ്ഞ എടുക്കാത് അതതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ചീറല്ലല്ലേ വേണ്ടത്, അതിന് ഫിഖഹിലെ നിയമമൊക്കെ. എന്നാ 19 ഇരുന്നാ മുണ്ടൂല്ല, 19 ഇരുന്നാ മുണ്ടൂല. കനോറക്കാത്ത കുറഞ്ഞിട്ടില്ലേ? ഇങ്ങനെ ആവരുത് നമ്മളെ ദീന്. ദീനൊരു മധുരം ഉണ്ട്, അത് കളയരുത്. ഈ മധുരം ഭക്ഷണം കൂട്ടിയാ പോവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ മധുരം ഉണ്ടല്ലോ, ഭക്ഷണം കൂടിയാ പോവും, ഉറപ്പാണ്. ഭക്ഷണം കൂടിയാ കൽബിന് കാഠിന്യം വരും. അപ്പൊ അയൽവാസിനെ അറിയില്ല, ഇമാമിനെ അറിയില്ല, മുക്കറിനെ അറിയില്ല. മാരിപ്പിക്കങ്ങാൻ ഒരു സെക്കൻഡ് വൈകിയാല് പിരിച്ചിടൽ പ്രോഗ്രാം ആയിരിക്കും പിന്നെ ഉസ്താദിന്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ചിന്തിക്കണേ, ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ അതിന്റെ ആഘോഷമാക്കുന്ന സുബ്ഹാനല്ലാഹ് ഈ പരിശുദ്ധമായ റമദാനിൽ ഈ ചരിത്രം ഒന്ന് കേട്ടുകൊണ്ട് നമുക്ക് പിരിയാം. അപ്പൊ നിങ്ങൾ 1-2 തീരുമാനം എടുക്കണം. എന്താണെന്നറിയോ? പിന്നെ താത്തൂര് ശുഹദാക്കളുടെ കേന്ദ്രത്തിലാണ് സമസ്തയുടെ പ്രവർത്തകന്മാർ അൽഹംദുലില്ലാഹ് വൈജ്ഞാനികമായ ഒരു കേന്ദ്രം നിർമ്മിക്കാൻ പോകുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു 3 സലാത്ത് അതിന് വേണ്ടി ആരും ഉറക്കച്ചൊല്ലി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم. തമ്പുരാനെ من تطوافي بخصلة من الخير كان كمن أدى فريضة فيما سواه ومن أدى فريضة في كان كمن أدى 70 فريضة فيما سواه എന്ന് നിന്റെ ഹബീബ് പറഞ്ഞ പരിശുദ്ധമായ റമദാനിന്റെ പട്ടാപ്പകലിൽ നോമ്പ് നോറ്റുകൊണ്ടാ നീ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് വാഗ്ദാനം നൽകിയിട്ടുള്ള ഇൽമിന്റെ മജ്ലിസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്. തമ്പുരാനെ, നിന്റെ ദീനിന് വേണ്ടി പടർക്കളത്തിൽ പടവുരതിയിട്ട് രണകേസരികളായ ധീരോധാത്ത ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് വീരേതിഹാസം മുഴക്കിയിട്ട് രക്തസാക്ഷികളായി അന്തിയിറങ്ങുന്ന മഹാന്മാരായ ശുഹദാക്കൾ അന്തിയിറങ്ങുന്ന പരിശുദ്ധമായ പ്രവിശ്യയിൽ നിന്റെ ഖുർആന് പഠിപ്പിക്കാൻ, നിന്റെ ഹബീബിന്റെ ഹദീസ് പഠിപ്പിക്കാൻ, ഫിഖ്ഹിന്റെ നിയമങ്ങൾ പഠിപ്പിക്കാൻ മഹാനായ ആരിഫുല്ലാഹി വരക്കലുപ്പാപ്പ സ്ഥാപിച്ചിട്ടുള്ള കറാമത്തിന്റെ പ്രസ്ഥാനമായ സമസ്തയുടെ പ്രവർത്തകന്മാർ തീരുമാനിച്ചിറങ്ങിയത് നിനക്കറിയാമല്ലോ അല്ലാഹ്. തമ്പുരാനെ, അതിനുവേണ്ടി പണം കൊടുക്കുന്നത് ആരാണോ, പൊന്ന് കൊടുക്കുന്നത് ആരാണോ, മെറ്റൽ കൊടുക്കുന്നത് ആരാണോ, സിമന്റ് കൊടുക്കുന്നത് ആരാണോ, കമ്പി കൊടുക്കുന്നത് ആരാണോ, കല്ല് കൊടുക്കുന്നത് ആരാണോ, ഈ റമദാനിൽ ഞങ്ങൾ താണുകേണ് പല നാടുകളിൽ നിന്ന് വന്ന് ഞങ്ങളെല്ലാവരും യജമാനനായി നിന്നോട് ചോദിക്കുകയാ, അവർക്കും ഞങ്ങൾക്കും ഈ സ്വർഗത്തിൽ പട്ടണം തുറന്നു തരണേ അല്ലാ, കൊട്ടാരം തീരുമാനിക്കണേ അല്ലാ. റമദാനിന്റെ പട്ടാപ്പകൽ മുഅ്മിനീങ്ങൾ നോമ്പ് നോറ്റുകൊണ്ട് ചോദിക്കുന്ന യാചന റഹ്മാനെ തട്ടിക്കളയല്ലേ അല്ലാ. ലക്ഷക്കണക്കിന് രൂപയുടെ ഓപ്പറേഷൻ നടത്തിയിട്ട് അവസാനം തുണിക്കഷ്ണത്തിൽ പൊതിയപ്പെട്ടായി മാരകമായ രോഗികൾ പള്ളിക്കാടിന്റെ കബറിന്റെ അടിത്തട്ടിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ വിചിത്രമായി വലുതായി സാർവത്രികമായി കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇതിനു വേണ്ടി സ്വതക്ക നൽകുന്നവരെയും ഞങ്ങളെയും മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അറ്റാക്കിൽ പെടുത്തല്ലേ അല്ലാ, ക്യാൻസറിൽ പെടുത്തല്ലേ അല്ലാ, ആയിനീങ്ങളിൽ നിന്ന്, ഹാസദീങ്ങളിൽ നിന്ന്, ളാലിമീങ്ങളിൽ നിന്ന്, ഖാതിലീങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളെയും രക്ഷപ്പെടുത്തണേ അല്ലാ. ശുഹദാക്കളുടെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. ബിന്നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. നോമ്പ് നോക്കാൻ തുടങ്ങി. കുട്ടികൾക്ക് വെള്ളം കൊടുത്തുകൊണ്ട് അത്താഴം കൊടുക്കുകയാണ്, അത്താഴം കുടിപ്പിക്കുകയാണ്, അത്താഴം കുടിപ്പിക്കുകയാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 1
പക്ഷെ മക്കളോട് പറഞ്ഞത് വൈകുന്നേരം ആകുമ്പോഴേക്ക് വാപ്പ ഭക്ഷണം കൊണ്ടുവരുന്നു. ചിന്തിക്കണേ, വൈകുന്നേര സമയം. അതിനിടക്ക് അലിയാർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു തോട്ടത്ത് പോയിട്ട് പണിയെടുത്ത് കിട്ടിയ പണം, ആ പണം കൊണ്ട് അങ്ങാടി പോയിട്ട് അല്പം മാവ് വാങ്ങി. ചിന്തിക്കണേ, ഫാത്തിമ മോളെ കേട്ടോ, അള്ളാഹു അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. റമദാൻ 3 അവർ വഫാത്തായത്, അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. അല്പം മാവ് വാങ്ങി, അതുമായിട്ട് തിരിച്ച് വീട്ടിൽ നിന്നപ്പോ ഒരു കട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള മാവുണ്ട്. ഒരു കട്ടിപ്പത്തിരി, ഒറ്റ കട്ടിപ്പത്തിരി, 4 ആളും. ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ ആ ഒരു കട്ടിപ്പത്തിരി സുബ്ഹാന മൻജല്ല ആ കട്ടിപ്പത്തിരി ഉണ്ടാക്കി നോക്കിയപ്പോ 2 കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ കഷ്ടിച്ച് അവർക്ക് വേറെ നിറയാനുള്ള സാധനം ഉണ്ട്. ചിന്തിക്കണേ. ഈ കട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ട് ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ അലിയാരെ മുഖത്തേക്ക് നോക്കുകയാണ്. അലിയാര് ഫാത്തിമയെ നോക്കുകയാണ്. ഫാത്തിമ അലിയാരോട് പറഞ്ഞു, അലിയേ, ആ കട്ടിപ്പത്തിരി കൊണ്ട് നമ്മുടെ മക്കൾ നോമ്പ് തുറന്നോട്ടെ, നമുക്ക് വെള്ളം കുടിച്ചുകൊണ്ട് നോമ്പ് തുറക്കാം. വെള്ളം കുടിച്ചിട്ട് അത്താഴം കുടിച്ചത്. അത്താഴം വെള്ളം കൊണ്ടാ തുടങ്ങിയത്. ഇനി നോമ്പ് തുറക്കുന്നത് വെള്ളം കൊണ്ടാവാന്ന്. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മുടെ മക്കൾ ഹസൻ ഹുസൈനാര് അത് പത്തിരി ഷെയർ ചെയ്ത് നോട്ടെ. ചിന്തിക്കണേ. സുബ്ഹാനല്ലാഹ്. മഗ്രിബ് വാങ്ങി കൊടുക്കാൻ സമയമായി. ഹസൻ ഹുസൈനാർ ഉമ്മ ഉണ്ടാക്കിയ പത്തിരിയിലേക്ക് മാറി മാറി നോക്കുകയാണ്. സുഭിക്ഷമായ ഭക്ഷണം വാപ്പച്ചി കൊണ്ടുവരുമെന്ന് വെള്ളം കുടിച്ചുകൊണ്ട് അത്താഴം ഒപ്പിച്ചപ്പോൾ ഉമ്മ പറഞ്ഞതാണ്. പക്ഷെ വാപ്പ കൊണ്ടുവന്നത് നമുക്ക് 2 പേർക്കും കത്തിച്ചുകൊണ്ട് കഴിച്ചിട്ട് അരവയറ് നിറക്കാൻ പറ്റുന്ന ഒരു കട്ടിപ്പത്തിരിയാണ്. എന്നാലും അത് തിന്നാമല്ലോ എന്ന് കണക്ക് കൂട്ടിയിട്ട് ഹസൻ ഹുസൈനാർ ആ ചൂടുള്ള കട്ടിപ്പത്തിരിയിലേക്ക് നോക്കുകയാണ്. ആ സമയത്ത് മഗ്രിബിന്റെ വാമ്പ് മുഴങ്ങുന്നതിന്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വീട്ടിന്റെ വാതിലിൽ ആരോ വന്ന് മുട്ടുകയാ. അഹ്ലു ബൈത്തിന്റെ വാതിലിൽ ആരോ മുട്ടുകയാ. ആരോ വന്ന് മുട്ടാണ്. ഫാത്തിമ അലിയാരോട് പറഞ്ഞു, അലിയെ, കതകിന് ആരോ മുട്ടുന്നുണ്ട് അലിയെ. അലിയാരെ തുറന്നു നോക്കിയപ്പോൾ ഒരു ഫക്കീറായ മെലിഞ്ഞൊട്ടിയ മനുഷ്യനാണ്. ഈ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ അലിയല്ലേ? ഞാൻ കൃത്യമായി ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസങ്ങളായി. ഞാൻ നിങ്ങളുടെ അയൽവാസികളുടെ വീട്ടിലേക്ക് വന്നപ്പോ അവര് പറഞ്ഞു അവിടെ ഒന്നുമില്ല, പക്ഷെ നിനക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ ഞങ്ങളുടെ തൊട്ടടുത്ത അയൽവാസിയാണ് അലിയാര്, ആ വീട്ടിൽ പോയാൽ എന്തെങ്കിലും ഒരു തീരുമാനം കാണുമെന്ന് നിങ്ങളുടെ അയൽവാസികൾ പറഞ്ഞപ്പോ കാരി വന്നതാണ്. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായേ, വല്ലതും തരണേ. ഈ ഫഖീറായ മനുഷ്യൻ മഗ്രിബിന് കൃത്യം മിനിറ്റുകൾക്ക് മുമ്പായിട്ട് ഹസൻ ഹുസൈനാർ വിശന്ന് പൊരിഞ്ഞുകൊണ്ട് ചൂടുള്ള പത്തിരി തിന്നാൻ ബാങ്കിന് വേണ്ടി കണക്കുകൂട്ടി നിൽക്കുമ്പോ ഈ ഫഖീർ അങ്ങ് വീടിന്റെ കവാടത്തിൽ മുട്ടി പറഞ്ഞപ്പോ അലി ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, ഒരു ഫഖീറായ മനുഷ്യൻ പുറത്തു നിന്ന് കയറി വന്നതാണ്. ആ മനുഷ്യന്റെ വയറ് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ഫാത്തിമ. ആ മനുഷ്യൻ സ്കെൽറ്റാണ് ഫാത്തിമ. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായിട്ടാ എന്നാ എന്റെ അടുത്ത് പറഞ്ഞത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ നയനങ്ങൾ നിറയുകയാ. അതാ വെള്ളം കുടിച്ചുകൊണ്ട് അത്താഴം ഒപ്പിച്ച് വാപ്പച്ച് കൊണ്ടുവന്ന മാവ് കൊണ്ട് ഉമ്മ ഉണ്ടാക്കിയ പത്തിരിക്ക് വേണ്ടി മിനിറ്റുകൾ തള്ളി നീക്കി കാത്തിരിക്കുന്ന ഹസൻ ഹുസൈനാരാകുന്ന പൊന്നുമക്കളെ ഫാത്തിമ നോക്കുകയാണ്. ഈ പത്തിരി ആർക്ക് കൊടുക്കണോ? ഞാൻ ഏതായാലും കഴിക്കൂല, അലിയും കഴിക്കൂല. ഈ കുട്ടികൾക്ക് കൊടുക്കാമെന്ന് കരുതിയതാണ്. പക്ഷേ ദിവസങ്ങളായി പട്ടിണി കിടന്നൊരു മനുഷ്യനാ കയറി വന്നത്. അതുകൊണ്ട് ഇത് കുട്ടികൾക്ക് കൊടുക്കണോ, ആ പാവപ്പെട്ട ഫക്കീറിന് കൊടുക്കണോ എന്നങ്ങ് ചിന്തിക്കുകയാ.
അഹ്ലുബൈത്തിന്റെ അച്യുതണ്ടായ ഫാത്തിമത്തു സുഹ്റ ബത്തൂൽ റളിയല്ലാഹു തആല അൻഹാ കൂടുതൽ സമയം ചിന്തിച്ചില്ല. ഹസൻ ഹുസൈനാരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുംബിക്കുകയാ. എന്നിട്ട് പറഞ്ഞു, മോനെ, വിശന്ന് കയറി വീട്ടിലേക്ക് വന്നവന് ഭക്ഷണം കഴിപ്പിച്ചാലുള്ള പ്രതിഫലം ഓർമ്മപ്പെടുത്തുകയാ. സുബ്ഹാനല്ലാഹ്, നമുക്ക് ഇന്നുകൂടി വെള്ളം കൊണ്ട് ഒപ്പിക്കാം മക്കളെ. നാളെ വാപ്പച്ചി ഭക്ഷണം കൊണ്ടുവരുമ്പോ നമുക്ക് കഴിക്കാം മക്കളെ. നമ്മുടെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി കാര്യം വന്ന ഫക്കീറിന് കൊടുക്കാം മക്കളെ. സ്വർഗത്തിൽ യുവാക്കളുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഹസൻ ഹുസൈനാർ റളിയല്ലാഹു തആല അൻഹുമാ ഫക്കീറിന്റെ പ്രയാസവും ഭക്ഷണം കൊടുത്താലുള്ള നേട്ടവും അങ്ങനെയുള്ളവർക്ക് പരലോകത്ത് കൊടുക്കുന്ന പ്രതിഫലവും ഒക്കെ ഉമ്മച്ചിയുടെ വായിൽ നിന്ന് കേട്ടപ്പോ സ്വന്തം വിശപ്പ് മാറിയിട്ട് സമ്മതിക്കുകയാ. ഹസൻ ഹുസൈനാർക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കട്ടിപ്പത്തിരി ഈ ഫക്കീറിന്റെ കയ്യിൽ അലിയാരങ്ങ് കൊടുക്കുകയാ. മഗ്രിബിന് വാങ്കുലി മുഴങ്ങാൻ സമയത്ത് തങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ച പത്തിരി കൊണ്ട് പോകുന്ന ഫക്കീറിനെ നോക്കി ഹസൻ ഹുസൈനാർ സന്തോഷിക്കുകയാ. ദുനിയാവിലെ ഭക്ഷണം നഷ്ടപ്പെട്ടാൽ എന്താ, സ്വർഗത്തിൽ പത്തിരി തിന്നാമല്ലോ, ഭക്ഷണം കഴിക്കാമല്ലോ. പാലാറ്, വീഞ്ഞാറ്, തേനാറ്, കളകളാരവം മുഴക്കിയൊടുകുന്ന അരുവികളിൽ നിന്ന് സന്തോഷത്തോടെ കുടിക്കാമല്ലോ. രണ്ടാമത്തെ ദിവസവും അത്താഴം കഴിച്ചത് വെള്ളം കുടിച്ചുകൊണ്ടാ. വെള്ളം കൊണ്ട് അത്താഴം ഒപ്പിച്ച് ഈ മക്കളോട് പിന്നെയും ഫാത്തിമ പറഞ്ഞു, വാപ്പച്ചി രണ്ടാമത്തെ ദിവസം ഭക്ഷണവുമായിട്ട് വരും, നമുക്ക് ഉഷാറായിട്ട് നോമ്പ് തുറക്കാം. അലിയാർ അതിരാവിലെ ഇറങ്ങിയിട്ട് എവിടെയോ ഒരു ചെറിയ പണി കിട്ടി. ആ പണിക്ക് കിട്ടിയിട്ടുള്ള പണവുമായി ടൗണിൽ പോയിട്ട് ഒരല്പം കാരക്ക വാങ്ങുകയാ. സുബ്ഹാനല്ലാഹ്, രണ്ടാമത്തെ ദിവസം കാരക്കവുമായിട്ട് കയറി വന്നപ്പോ ഇന്നലെ ചൂടുള്ള പത്തിരിയായിരുന്നു, അതൊരു ഫക്കീർ വാങ്ങിക്കൊണ്ടുപോയി. ഇന്നലെയുള്ള വിടവും കൂടി ഇന്ന് നികത്തിയിട്ട് നന്നായിട്ട് കഴിക്കാമെന്ന് കരുതിയ വീട്ടിലേക്ക് കാലിന്റെ ചുവപ്പ് മാറാത്ത ഓമന മക്കളുടെ മുമ്പിൽ നോമ്പ് തുറക്കാൻ അലിയാര് കൊണ്ടുവന്നത് അല്പം ഈത്തപ്പഴമാ. ഈത്തപ്പഴമാണെങ്കിൽ ഈത്തപ്പഴം അത് കഴിച്ച് വെള്ളം കുടിച്ചുകൊണ്ട് ഇന്ന് ആശ്വസിക്കാമെന്ന് കരുതിയിട്ട് ആ ഈത്തപ്പഴത്തിന്റെ കളറിലേക്കും തടിയിലേക്കും അതിന്റെ ഉള്ളിൽ ഊർണിക്കുന്ന മധുരത്തിലേക്കും മനസ്സ് പതിച്ചുകൊണ്ട് ഈ മക്കൾ ആശ്വാസത്തോടെ നിൽക്കുമ്പോ വീടിന്റെ മുമ്പിൽ നിന്നൊരു ഏങ്ങലടി കേൾക്കുകയാ. വീടിന്റെ മുമ്പിൽ നിന്നൊരു ഏങ്ങലടി കേൾക്കുകയാ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ അലിയാരോട്, ഏതാ ആ ചെറിയ കുട്ടി കരയുന്നൊന്ന് പോയി നോക്കണമെന്ന് പറഞ്ഞു. അലിയാർ വന്നപ്പോ സുബ്ഹാനല്ലാഹ്, അയൽവാസികളുടെ കൂട്ടത്തിലുള്ള ഒരു യതീം കുട്ടിയാ. ആ യതീം കുട്ടി പറഞ്ഞു, അലിയേ, എനിക്ക് വാപ്പയില്ല, എനിക്ക് ഭക്ഷണം തരാൻ ഇക്കാക്കയില്ല, ഞാൻ ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ടില്ല. നിങ്ങളുടെ വീട്ടിൽ വന്നാൽ എന്തെങ്കിലും ഒരു മാർഗമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കയറി വന്നതാണ്. അലിയാർ കരയുകയാ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹായുടെ അരികിൽ പോയി അലിയാർ ഈ സങ്കടം പറഞ്ഞപ്പോൾ, മിനിഞ്ഞാന്ന് അത്താഴം വെള്ളം കൊണ്ട് ഒപ്പിച്ചതാ, നോമ്പ് തുറന്നതും പച്ചവെള്ളം കൊണ്ടാ. ഇന്നലെ അത്താഴം വെള്ളം കൊണ്ട് ഒപ്പിച്ചതാ, നോമ്പ് തുറന്നതും അതാ പച്ചവെള്ളം കൊണ്ടാ. ഇനി ഇന്നൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് മക്കളോട് പറഞ്ഞതാ. പക്ഷെ ഈ മക്കളുടെ മുമ്പിൽ ഇനിയും പച്ചവെള്ളം എങ്ങനെയാ കൊടുക്കുക? പക്ഷെ വീടിന്റെ മുമ്പിലുള്ളത് അയൽവാസിയായ യതീംകുട്ടിയാ. അനവ കാഫിലുൽ യതീമി ഹഖദാ ഫിൽ ജന്നാ, യതീമായി വളർന്ന മുഹമ്മദ് മുസ്തഫ, ഞാനും യതീം മക്കളെ പോറ്റുന്നവരും സ്വർഗത്തിൽ ഇപ്രകാരമാ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞ പരിശുദ്ധമായ പ്രോജ്വലമായ പവിത്രമായ വാക്യം ഓർമ്മ വന്ന ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ പിന്നെയും തന്റെ പ്രിയപ്പെട്ട മക്കളായ ഹസൻ ഹുസൈനാരെ അടുത്തേക്ക് കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചുടുചുംബനം നൽകി കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് പറയുന്നു, മക്കളെ, നിങ്ങളുടെ വല്യപ്പയില്ലേ, എന്റെ പ്രിയപ്പെട്ട വാപ്പയില്ലേ, നബിയുനാ മുഹമ്മദ് മുസ്തഫ യതീമായി വളർന്നവരാണ്.
അല്ലാഹുവിന്റെ റസൂൽ യതീമായ മകന് യതീമക്കൾക്ക് അഭയം കൊടുത്താൽ, യതീമക്കളെ പോറ്റിയാൽ, യതീമക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ സ്വർഗത്തിൽ മുസ്തഫ നബിയുടെ കൂടെയാ പാർപ്പിടം വാഗ്ദാനം ചെയ്തത്. മക്കളെ, നമുക്ക് ദുനിയാവിൽ കണ്ട വല്ലിപ്പാന പ്രിയപ്പെട്ട വാപ്പാന് ലോകത്തിന്റെ നേതാവിന്റെ കൂടെ സ്വർഗത്തിൽ കഴിയണ്ട. അവിടെ ആപ്പിളുണ്ട്, മുന്തിരിയുണ്ട്, ഈത്തപ്പഴമുണ്ട്, സകല ഫ്രൂട്ട്സുകളുമുണ്ട്, എല്ലാ ഭക്ഷണങ്ങളുമുണ്ട്, മാംസങ്ങളുണ്ട്. ഒറ്റമുത്തിൽ നിർമ്മിക്കപ്പെട്ട മണിമന്ദിരമാ മക്കള്. അത് പൊളിഞ്ഞു പോകൂല, സിമന്റ് പൊടിയൂല, കമ്പി ദ്രവിക്കൂല, മൂലോട് പൊട്ടൂല, കുമായം മാറ്റണ്ട. അതാ ഇടിമിന്നലില്ല, കൊടുങ്കാറ്റുകളില്ല, മഴ കൊണ്ട് വെള്ളപ്പൊക്കമില്ല. അതിൽ പാർക്കുന്നവന് തലവേദനയില്ല, അതിൽ പാർക്കുന്നവന് പനിയില്ല, അറ്റാക്ക് പിടിച്ച മരണമില്ല, ക്യാൻസറിന്റെ വൈറസുകൾ കയറൂല്ല. വീട് വേണ്ടേ മക്കളെ? ഹസൻ ഹുസൈനാരെ കണ്ണ് നിറയുകയാ. രണ്ടാമത്തെ ദിവസം കഴിക്കാൻ വേണ്ടി മാറ്റിവെച്ച ഈത്തപ്പഴോ അയൽവാസിയായ ഈ കുട്ടിക്ക് കൊടുക്കുകയാ. ഇതറിഞ്ഞുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാ. നബിയുനാ മുഹമ്മദ് മുസ്തഫ റമളാനിന്റെ പട്ടാപ്പകൽ ഈ പരിശുദ്ധമായ ദുആക്ക് ഇജാബത്തുള്ള സദസ്സിൽ വെച്ചുകൊണ്ട് ആരാ കുരുന്നു മക്കൾക്ക് ഫാത്തിഹ പഠിപ്പിക്കുന്ന ഇൽമിന്റെ കേന്ദ്രത്തിന് വേണ്ടി പൈസ തരാനുള്ളവർ, ആരാ പൊന്ന് തരാനുള്ളവർ, ആരാ കമ്പി തരാനുള്ളവർ, ആരാ സിമന്റ് തരാനുള്ളവർ? പടച്ചവന് 12 കോടി മൈൽസുകൾക്കപ്പുറം കത്തിജ്വലിച്ചിരിക്കുന്ന സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മിയുടെ തീക്ഷ്ണമായ ഉഷ്ണം ഏറ്റെടുക്കാൻ കഴിയാതെ പാകിസ്ഥാനിൽ 600-ലേറെ പച്ചമാംസങ്ങൾ വിളക്കത്ത് വെച്ച പ്ലാസ്റ്റിക്കിന്റെ ഉറ ഉരുകും പോലെ മറിഞ്ഞു വീണെങ്കിൽ റബ്ബേ, ഈ സൂര്യൻ നാളെ മനുഷ്യന്റെ തലയോട്ടിയോടൊരു സുറുമാ കൊള്ളിയുടെ അകലത്തിൽ മാത്രം അടുത്ത് നിൽക്കുന്ന ബീഭത്സകമായ മഹ്ശറില്ല. റബ്ബേ, ഈ ഷെഡുണ്ടാക്കാൻ, സ്ഥാപനമുണ്ടാക്കാൻ പണം തരുന്ന, പൊന്നു തരുന്ന, ഇതിനു വേണ്ടി സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും അപ്പോൾ എന്റെ അർശിന്റെ AC സംവിധാനം കൊണ്ട് നീ അനുഗ്രഹിക്കുന്ന, ആദരിക്കുന്ന VIP-കളിൽ പെടുത്തണേ അല്ലാഹ്. അവരെ ഞങ്ങളെയും മറ്റാൾക്ക് കാൻസറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഒരുപാട് കാലം നിന്റെ ത്വാഅത്തിലുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിച്ച് അവസാനം നല്ല സമയത്തെ നല്ല സ്ഥലത്ത് നല്ലത് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് ഈമാനോടെ അവരെയും ഞങ്ങളെയും മരിപ്പിക്കണേ അല്ലാഹ്. ഇവിടെ സ്വർണ്ണമോതിരം തന്ന സഹോദരിയുണ്ട്, പണം തന്ന സഹോദരന്മാരുണ്ട്. പടച്ചവനെ, ദുനിയാവും ആഖിറവും ജയിപ്പിക്കണേ അല്ലാഹ്. അള്ളാന്റെ ഹബീബിന്റെ മേൽ സലാത്ത് അധികരിപ്പിച്ചാൽ പരലോകത്ത് രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മഹബത്തിൻ ഇശൽ പാടി പറയുന്ന സമയത്ത് സദസ്സെല്ലാം ഒരേ പോലെ